റബ്ബില്ലേ മോനെ, റബ്ബിനെ മറക്കല്ലേ പെങ്ങളെ. അല്ലാഹനെ മറന്ന ജീവിതം വേണ്ട മോനെ. കഞ്ചാവിന് അടിമപ്പെടല്ലേ യുവാക്കളെ, മയക്കുമരുന്നിന് അടിമപ്പെടല്ലേ യുവാക്കളെ. നീ മസ്താനായിട്ട് ബൈക്ക് ഓടിക്കുമ്പോൾ നീ എവിടെയോ തട്ടിയിട്ട് പാണ്ടിലോറിന്റെ അടിയിൽ വിട്ട് നിന്റെ ബോധം നഷ്ടപ്പെട്ട് മാസങ്ങളോളം കൊല്ലക്കാലത്തോളോ ആസ്പത്രിയിലെ ബെഡിലോ വീട്ടിന്റെ ഉള്ളിലുള്ള കട്ടിലിലോ കിടക്കേണ്ട ഗതികേട് മോനെ വരാതിരിക്കട്ടെ. നമുക്ക് ദ്വാരക്കാം. അതാണ് റബ്ബ് തആല പറഞ്ഞത്, വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്. നാളത്തേക്ക് വേണ്ടി വല്ലതും മോനെ നീ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ? ചിന്തിക്കണം. വൽ തൻദുർ നഫ്സുൻ, ഓരോരോ തടിയും ചിന്തിക്കട്ടെ. ആണും പെണ്ണും ചെറിയവരും വലിയവരും. ഇനി കൂടുതൽ കാലൊന്നില്ല, കൂടുതൽ കാലമൊന്നുമില്ല. ഈ റമദാന് തന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ലഭിക്കും എന്ന് പറയാൻ പറ്റോ? ഇല്ല. നമ്മൾ ഈ നിൽക്കുന്ന ഞാൻ ഇവിടെ നിന്ന് താഴേട്ട് ഇറങ്ങുന്നോ ഇരിക്കും എന്ന് പറയാൻ പറ്റോ? ഇല്ല. ഇരിക്കുന്ന നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളെ വീട്ടിലെത്തുമെന്ന് പറയാൻ സാധ്യമാണോ? അല്ല, അല്ല. അതിന്റെ മുമ്പ് റബ്ബ് തആലാനെ ബോധോദയം ഉണ്ടാവാൻ ഓരോരോ ഈ പരീക്ഷണങ്ങള്, ഓരോരോ ഇഞ്ചക്ഷനുകൾ റബ്ബ് തആല നൽകുകയാണ്. കൊറോണ തന്നു, അതിന്റെ മുമ്പ് കുറെ പരീക്ഷണം തന്നു. അതിൽ ആർക്കും നമ്മ ബോധം വന്നില്ല. കുറെ പരീക്ഷണം വന്നു. ചോപ്പ് മഴ വന്നു. മഴ വന്ന് 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 ജാസ്തിയായി മലകളെല്ലാം ഇടിഞ്ഞു വരാൻ തുടങ്ങി അല്ലേ? അതുപോലെ തന്നെ മഴയില്ലാതെ വളരെ വിഷമിച്ചു കാലങ്ങൾ ഉണ്ടായി. അടിക്കടി ആക്സിഡന്റുകള് എന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ട് യുവമിത്രങ്ങള് നടു റോട്ടിൽ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുന്ന കഥകൾ നമ്മൾ കേട്ട്. എന്നിട്ട് നമുക്ക് ബോധോദയം വന്നില്ല. പെട്ടെന്ന് യുവാക്കൾ അറ്റാക്കായി, സ്ട്രോക്കായി മരിച്ചു പോകുന്ന ന്യൂസുകൾ നമ്മൾ കേട്ടു. പക്ഷേ ബോധോദയം വന്നില്ല. സുബ്ഹാനല്ലാഹ്. ക്യാൻസർ മനുഷ്യ മക്കളെ മുഴുവനും കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ലിവർ ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ, കിഡ്നി ക്യാൻസർ, പല്ലില് ക്യാൻസർ, തൊണ്ടയില് ക്യാൻസർ. മനുഷ്യന് ബോധോദയം വന്നില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങളൊന്ന് വെൻലോക്കിൽ പോയി നോക്കണോ, ജനറൽ വാർഡിൽ പോയി നോക്കണോ, മണിപ്പാലിൽ പോയി നോക്കണോ, തലശ്ശേരി ക്യാൻസർ ഹോസ്പിറ്റലിൽ പോയി നോക്കണോ, തിരുവനന്തപുരം പോയി നോക്കണോ, ബാംഗ്ലൂർ പോയി നോക്കണോ? എന്താ ക്യാൻസറിന്റെ ആ സെക്ഷനിൽ പോകുമ്പോൾ, ആ വാർഡിൽ പോകുമ്പോൾ, പെങ്ങളെ, എന്റെ നല്ല ചങ്കൂറ്റമുള്ള ചോരത്തിളപ്പുള്ള യുവാക്കളെ, എന്നെയും നിങ്ങളെയും പോലെയുള്ള യുവമിത്രങ്ങളാണ് ക്യാൻസർ വന്ന് മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ആ ദയനീയമായ അവസ്ഥ നമുക്ക് കാണാം. മഹാന്മാര് പറഞ്ഞത് അതാണ്. ജീവിതത്തിൽ നിങ്ങൾ നല്ല ആരോഗ്യവന്മാരാകുമ്പോൾ സുഖമില്ലാത്ത ആളുകളെ നിങ്ങളൊന്ന് സന്ദർശിക്കണം. കാരണം അല്ലാഹനെ കുറിച്ചുള്ള ബോധം നിങ്ങൾക്ക് അതിലൂടെ നേടിയെടുക്കാൻ കഴിയും കേട്ടോ. നമ്മളാരും പോവോ? ഇല്ല. കാരണം എന്താ? നമുക്ക് പേടിയാ. അല്ലെങ്കിൽ അവന് സുഖമില്ലാത്തതില്ല, അവനക്കത് കിട്ടണം, അവനക്കത് വേണ്ടിതല്ലേ എന്ന് പറഞ്ഞ് നമ്മള് അവനെ നിസാരമാക്കുകയല്ലാതെ ഈ ഒരു ഗതികേട് എനിക്ക് നീ നൽകല്ല അല്ലാ എന്ന് പറഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്യാൻ നമുക്കാർക്കും മനസ്സ് വന്നില്ല. സുബ്ഹാനല്ലാഹ്. കമ്മിൻ ഫതൻ യംസി വയുസ്ബീഹു ആമിനാ വഖദ് നുസിജത് അക്ഫാലുഹു വഹുവ ലാ യദ്രി. എത്ര യുവാക്കളാണ്, എത്ര യുവതികളാണ് നേരം വെളുത്ത് വൈകുന്നേരമാവുന്നു, പല്ല് തേക്കുന്നു, കട്ടൻ ചായ കുടിക്കുന്നു, വാട്സപ്പ് നോക്കുന്നു, അല്ലേ, ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ തയ്യാറാവുന്നു ഉമ്മമാര്. അങ്ങനെ ജീവിതം രാവിലെ ഉച്ചയാവുന്നു, വൈകുന്നേരം ആകുന്നു, രാത്രിയാവുന്നു.
പക്ഷേ ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? വഖദ് നുസിജത്ത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എൻ്റെ ആ എക്സ്പയർഡായാൽ, എൻ്റെ ആത്മാവ് എന്നിൽ നിന്ന് പിരിഞ്ഞു പോയാൽ എന്നെ പൊതിയാനുള്ള ആ കഫൻ തുണി അത് വലിയൊരു ഫാക്ടറിയിൽ നെയ്ത് അത് ഇന്ന് നമ്മുടെ ജൗളിന്റെ അങ്ങാടിയിൽ കുപ്പേട്ടിയ നമ്മുടെ റൗണ് അവിടെ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഓർക്കുന്നുണ്ടോ? നമ്മളെ ഡെത്തിന്റെ വിവരം അറിഞ്ഞാൽ നമ്മളെ പൊതിയാൻ 3 കോറത്തുണി അത് ഫാക്ടറിയില് ജയ്പൂർന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിന്നോ എവിടെന്നാണോ മില്ലുകള് അതിൽ നെയ്തു അതിനെല്ലാം തയ്യാറാക്കിയിട്ട് നമ്മുടെ ടെക്സ്റ്റൈൽസില് അത് സെൽഫില് ഇങ്ങനെ അട്ടിയായി മടക്കി വെച്ച് റെഡിയായിട്ടുണ്ട്. വഹുവലായതിരി. ആ 3 തുണിയിൽ കാണുന്ന വെളുത്ത തുണിയില് അത് എന്നെ നാളെ പൊതിയാനുള്ളതാണ് എന്നുള്ള കാര്യം നാം അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഇതല്ലേ സത്യം? നിന്റെ മരണവാർത്ത അറിഞ്ഞാൽ മോനെ നിന്റെ കണ്ണുപൂട്ടാ, നിന്റെ താട കെട്ടിത്തരാൻ, നിന്റെ ആ കൊമ്പമ്പറിൽ പിടിച്ച് കൂട്ടിക്കട്ട, നിന്റെ വീർത്തു വരുന്ന വയറിന്റെ മുകളിൽ താക്കോല് പോലെയുള്ള ഒരു കനമുള്ള സാധനം വെക്കാൻ ആളുകൾ റെഡിയായി ഇവിടെ തന്നെ നിന്റെ മുമ്പിലുണ്ട്. വഹുവലായതിരി. പക്ഷേ നിനക്കറിയോ നാളെ എന്റെ കണ്ണ് പൂട്ടിത്തരുന്നവർ ആരാണെന്നറിയോ? ഇല്ല. വായു വളച്ചു നിൽക്കുമ്പോൾ അസ്രായിലിനെ റൂഹിനെ പിടിച്ച് യുവാക്കള് കേൾക്കണോ, ഉമ്മമാര് കേൾക്കണോ? അസ്രായില് റൂഹിനെ പിടിച്ചിട്ട് അങ്ങ് കൊണ്ടുപോകുമ്പോൾ ആ റൂഹിനെ എവിടേക്കാണെന്ന് കൊണ്ടുപോകുന്നെന്ന് തുറിച്ചു നോക്കുന്ന ആ കണ്ണ് തുറന്നു വെച്ച ആ വലിയ കണ്ണുണ്ടല്ലോ, ആ കണ്ണ് അങ്ങനെ തന്നെ ബാക്കിയാവും. പിന്നെ അത് പൂട്ടാനുള്ള ആ കഴിവ് അവനിക്കില്ല. കാരണം ആത്മാവ് വിരിഞ്ഞുപോയി. അപ്പൊ ഇങ്ങനെ കണ്ണു മുഴിച്ചു നോക്കും. അതിനെ പൂട്ടിത്തരാൻ വേറെ ആള് വരും. ഇതല്ലേ പെങ്ങളെ കഥ? അല്ലേ? നിനക്കൊരു മംഗലത്തിന് ഇട്ട ഡ്രസ്, ബ്ലൗസും സാരിയും അതുപോലെ മറ്റുള്ള ചുരിദാറും പർദ്ദയും ബുർഖയും പിന്നൊരു മംഗലത്തിന് പാടില്ല. അത് വേറെ ആള് കണ്ടുപോയി. അതുകൊണ്ട് ഇനി അത് വേണ്ട. പുതിയാപ്പിളമാരെ, ഭർത്താക്കന്മാരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന പെങ്ങളെ ചെയ്യരുത്. പെങ്ങളെ പാടില്ല. നിന്റെ അലമാറയില്, നിന്റെ ഗോദ്രേജില്, നിന്റെ സെൽഫില് അട്ടിക്കട്ടിയായി ഡ്രസ്സുകൾ മടക്കി വെച്ചിട്ടുണ്ട് എങ്കിലും അതൊന്നും പോരാ. ഇനിയൊരു പുതിയ മംഗലം വരുമ്പോൾ എനിക്കൊരു പുതിയ ഡ്രസ്സ് വേണമെന്ന് വാശി പിടിക്കുന്ന ഉമ്മ, നിന്നെ പൊതിയാനുള്ള വെളുത്ത കോറത്തുണി 15 രൂപ മീറ്ററിന് വിലയുള്ള ആ കോറത്തുണി ഇന്നും അതേ കുപ്പേട്ടിയിലോ ഉപ്പിനങ്ങാടിയിലോ ബെൽത്തങ്ങാടിയിലോ കുർവാനിക്കരയിലോ ഉള്ള ജോളിയുടെ അങ്ങാടിയിൽ സെൽഫിൽ അത് റെഡിയാണ്. ഉമ്മ യുവാവേ, നീ ചോരത്തിളപ്പുള്ള യുവാവാള്. അതേ, നീ ഇടത്തായാല് നിന്നെ പൊതിയാനുള്ള 3 കഫൻ തുണി അത് നെയ്ത് വെച്ചു പോയി യുവാവേ. വഹുവ ലായതിരി. നമുക്കറിയോ നിന്റെ മൂക്കില് പരുത്തി വെക്കണ്ടേ പെങ്ങളെ? മൂക്കില് പഞ്ഞി വെക്കണ്ടേ, പരുത്തി വെക്കണ്ടേ യുവാവേ? ആ പരുത്തിയും അങ്ങാടിയിൽ റെഡിയുണ്ട് കേട്ടോ. അതിനൊരു കംപ്ലൈന്റ് ഇല്ല, അതിനൊരു കുറവില്ല. പഞ്ഞി കിട്ടാത്ത കാലയില്ല. ചോദിക്കട്ടെ, ഈ ബോവുപള്ളിയില് മയ്യത്ത് കട്ടിൽ എവിടെയാണ് വെച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ യുവാക്കളോട്, എൻ്റെ ഉമ്മമാരോട്, ഈ ബോവിലുള്ള മുഴുവൻ ജമാഅത്തുകാരോട് ചോദിക്കട്ടെ, അതെ, ഇന്ന് പാർക്ക് ചെയ്തിരിക്കുന്ന ആ മയ്യത്ത് കട്ടില് ആദ്യമായിട്ട് ഏതൊരാളെ വീട്ടിലേക്കാണ് ഇനി ആദ്യമായിട്ട് ആ മയ്യത്ത് കട്ടില് കൊണ്ടുപോകുന്നത്? ആർക്കെങ്കിലും വഹുവ ലായതിരി അറിയോ? ഇല്ല.
ഈ കാട്ടില് എന്റെ വീട്ടിലേക്കാണോ നിങ്ങളെ വീട്ടിലേക്കാണോ ആദ്യമായി ബോവിലെ ഈ ജമാഅത്തിലുള്ള ഏത് പരക്കാരന്റെ വീട്ടിന്റെ ജാളിലേക്കാണ് മുറ്റത്തേക്കാണ് ഈ മയ്യത്ത് കട്ടിൽ ആദ്യമായി പോകുന്നത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇല്ലേ നമ്മുടെ അവസ്ഥ? അതാണ് റബ്ബ് തആല പറഞ്ഞത്, മോനെ മരണം ഒന്ന് നിന്നെ പിടികൂടുന്നതിന് മുമ്പ് നാളത്തേക്ക് വല്ലതും തയ്യാറാക്കി വെച്ചോ. നിന്റെ മരണവാർത്ത അറിഞ്ഞാൽ, നിന്റെ മരണവാർത്ത അറിഞ്ഞാൽ മോനെ നിന്റെ നാട്ടുകാരും കൂട്ടുകാരും വന്നിട്ട് ചോദിക്കും, മോനെ ബാപ്പാന്റെ മയ്യത്തപ്പിള്ള എടുക്കുക, മൂത്തോന്റെ മയ്യത്തപ്പിള്ള എടുക്കുക, ഉമ്മാന്റെ മയ്യത്തപ്പിള്ള എടുക്കുക, എപ്പോഴാ കുളിപ്പിക്കാൻ വെക്കുക. ഒരു കാര്യം ഞാൻ സാന്ദർഭികമായിട്ട് പറയാം, ബോവുകാർക്കും എല്ലാവർക്കും ഒരു വ്യക്തി മരിച്ചാൽ കുളിപ്പിക്കുന്ന കാര്യം വേഗം ചെയ്യും. ഇവിടെ എങ്ങനെ എനിക്കറിയില്ല, അതാണ് ഉത്തമം. അതല്ലാതെ എല്ലാരും നോക്കി കഴിഞ്ഞിട്ട് പിന്നെ കുളിപ്പിക്കാൻ എടുക്കുന്ന പരിപാടി അത് നല്ല കാര്യമല്ല. കാരണം എന്താ? മയ്യത്ത് ശുദ്ധിയിലിരിക്കുമ്പോ അവിടെ റഹ്മത്തിന്റെ മലക്കുകളൊക്കെ വരാൻ അതിനാണ് ഏറ്റവും സൗകര്യം. ശുദ്ധിയിലായി മയ്യത്തിരിക്കണം. ഫർളായ കുളിയല്ലേ, ആ ഫർള ഐനായ കുളി അത് വേഗത്തിൽ നിർവഹിക്കണം. മരണം അത് കൺഫേം ആയാൽ വേഗം കുളിപ്പിച്ച് റെഡിയാക്കണം. അതാണ് വേണ്ടത്. മരണവാർത്ത എല്ലാവർക്കും അറിയിക്കും. മംഗലത്തിന് നമ്മൾ നോട്ടീസ് അടിക്കാറുണ്ട്, കത്ത് അല്ലേ, അതുപോലെ പരിപാടിക്കും അയക്കാറുണ്ട്. എന്നാ മരിച്ച വാർത്ത അത് ആരെങ്കിലൊക്കെ പറഞ്ഞ് കേൾക്കാന്നല്ലാതെ അത് നമ്മൾ ആരും അനൗൺസ്മെന്റ് ചെയ്യാറില്ല. കാരണം അതൊരു വിഷയമല്ല. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല വേണ്ടത്. പള്ളികളിൽ നിന്നെല്ലാം അനൗൺസ്മെന്റ് ചെയ്യണം. ഞങ്ങളുടെ നാട്ടിലെല്ലാം അങ്ങനെ പള്ളികളിൽ നിന്നെല്ലാം അനൗൺസ്മെന്റ് ചെയ്യണം. എന്ത്? ഇന്നാലിന്ന വാപ്പന്റെ മകൻ മരണപ്പെട്ടിരിക്കുന്നു, ഇത്ര ടൈമിക്ക് അവനെ അടക്കം ചെയ്യും എന്നുള്ള ഒരു വാർത്ത പള്ളിയിൽ മൈക്കിന്ന് വിളിച്ചു പറഞ്ഞു. എന്തിനാണ്? ആരെങ്കിലും വന്ന് അവന്റെ മയ്യത്ത് സംസ്കാരത്തിന് വേണ്ടിയിട്ട് കൂടി ഒരു ഫാത്തിഹ ഓതിയിട്ട് നിസ്കരിക്കാൻ വന്നാൽ അതെനിക്ക് ആ മയ്യത്തിന് ഏറ്റവും ഉപകാരത. ഇതാരും അറിയില്ല, മരിച്ചാൽ ഒരു കുട്ടി അറിയില്ല. ആരെങ്കിലും ഇങ്ങനെ വായി പറഞ്ഞ് അങ്ങനെ നീണ്ടുകൊണ്ട് പോകാന്നല്ലാതെ ഈ ഒരു ചുറ്റുപാട് എന്റെ ബോവുകാര് നാളെ മുതൽ ചെയ്യണം. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലേ? അതാ വേണ്ടത്. കാരണം മരണവാർത്ത അറിഞ്ഞ് എല്ലാവരും അവനക്കൊരു ഫാത്തിഹ ഓതി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ള ആ ദിക്ർ ചൊല്ലിയാൽ അതിന് വലിയ പുണ്യ. ഇത് ആർക്കും അറിയില്ല. മയ്യത്ത് നിസ്കരിക്കാൻ ആരും ഉണ്ടാവില്ല, ഒരു 5-10 ആള് മാത്രം. ഖബറിന്റെ അടുത്ത് ആരുമില്ല, പിന്നെ തസ്ബീഹ് ചെല്ലാൻ ആരുമില്ല, അവിടെ ദോരക്കാൻ ആരുമില്ല. ഈ ഒരു അവസ്ഥ ആവാൻ പാടില്ല. മരിച്ചെങ്കിൽ അതിന്റെ ഗൗരവത്തിലുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനു മുമ്പ് ഒന്നും അറിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് സാന്ദർഭികം പറഞ്ഞതാ. ബാപ്പാന്റെ മയ്യത്തെപ്പിള്ള എടുക്കുക, ഉമ്മാന്റെ മയ്യത്തെപ്പിള്ള എടുക്കുക, അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിന്റെ മയ്യത്തെപ്പിള്ള എടുക്കുക എന്ന ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് സർവ്വസാധാരണ. പോയോരല്ല എപ്പോഴാ മയ്യത്തെടുക്കുക വാർത്ത കേട്ടാൽ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബാപ്പാന്റെ മയ്യത്ത് എന്ന് പറയുമ്പോ ബാപ്പാന്റെ വീട് നമ്മൾ പറയാറില്ലേ? മലയാളികൾക്ക് മനസ്സിലാകുന്ന വാപ്പാന്റെ മൊബൈല്, അവർ അഷറഫിന്റെ മൊബൈൽ എന്ന് പറഞ്ഞെങ്കിൽ അഷറഫ് വേറെ, മൊബൈൽ വേറെ അല്ലേ? വാപ്പ വേറെ, വാപ്പാന്റെ വീട് വേറെ. ആജിയാരെ പെര എവിടെ ചോദിച്ചാൽ ആജിയാര് വേറെ, ആജിയാരെ വീട് പെര വേറെ അല്ലേ? അബൂക്കറാക്കന്റെ തോട്ടം എന്ന് ചോദിച്ചാൽ അബൂക്കറാക്ക വേറെ, തോട്ടം വേറെ. ഇതുപോലെ ബാപ്പാന്റെ മയ്യത്ത് എന്ന് പറയുമ്പോൾ വാപ്പ വേറെ, മയ്യത്ത് വേറെ. തലക്ക് പോയ ആർക്കെങ്കിലും ബാപ്പാന്റെ മയ്യത്ത്, ഉമ്മാന്റെ മയ്യത്ത്, ജ്യേഷ്ഠന്റെ മയ്യത്ത്, മൂത്തോള മയ്യത്ത് എന്ന് പറയുമ്പോൾ മൂത്തോള് വേറെ, ഡെഡ് ബോഡി വേറെ. ഉപ്പാപ്പ വേറെ, ഉപ്പാപ്പന്റെ മയ്യത്ത് വേറെ. അപ്പൊ ഉപ്പാപ്പ എവിടെ പോയി? ബാപ്പ മരിച്ചാൽ ചോദിക്കും ബാപ്പാന്റെ മയ്യത്ത് മക്കളെ എപ്പോഴാ എടുക്കാം? ബാപ്പ വേറെ, മയ്യത്ത് വേറെ. ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? അങ്ങനെയല്ല പറയല്ലേ?
ബാപ്പാനെ എടുക്കാന്നാ പറയല് അല്ലല്ലോ. ബാപ്പാനെ കുളിപ്പിക്കാന്നല്ലല്ലോ പറയും. ബാപ്പ കുളിപ്പിച്ച ഹയാത്ത് കാലത്ത് ബാപ്പ കുളിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. അതല്ല ഇപ്പൊ നമ്മള് ചോദ്യം ഏതാ? ബാപ്പാന്റെ മയ്യത്ത് എപ്പോഴാ എടുക്കുക? അപ്പൊ ബാപ്പ വേറെയാണ്, മയ്യത്ത് വേറെയാണ്. ബാപ്പയുടെ ചിന്തിക്കണം നമ്മള്. ബാപ്പ പോയി, ആ ബാപ്പയാണ് യഥാർത്ഥ ആത്മാവ്, അഥവാ റൂഹ് എന്ന് പറഞ്ഞ സാധനം. നമുക്ക് കാണാൻ കഴിയില്ല. കുലി റൂഹ് മിൻ അംരി, അത് എന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. അതിൽ നിങ്ങൾ കൂടുതൽ പഠിക്കണ്ട. വാപ്പാന്റെ മയ്യത്ത് എന്ന് പറഞ്ഞെങ്കില് വാപ്പാനെ അള്ള കൊണ്ടുപോയി. ആ റൂഹിനാണ് ബാപ്പാന്റെ വാപ്പ വല്യാപ്പ പേരിട്ടത്. നമ്മളെല്ലാം ഇപ്പൊ പെറ്റപ്പോ പേര് വെച്ചിട്ടില്ല എല്ലാവർക്കും. അബൂബക്കറും ഹമീദും കുഞ്ഞാമതും ബിഫാത്തിമയും ഖദീസിയും ആയിഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പേരെല്ലാം ആർക്കാ? ഉപ്പ ആത്മാവിനാണത്. ഈ കാണുന്ന തടിക്കല്ല, ഇത് ഈ ബോഡിക്കല്ല ആ പേര്. ആ ബോഡിക്കായിരുന്നുവെങ്കിൽ ബാപ്പാന്റെ മയ്യത്ത് നമ്മൾ പറയൂല. പറയോ? ഇല്ല. തലക്കോയില്ലേ? പറഞ്ഞില്ല, മനസ്സിലായില്ലേ? അതെ. പിന്നെ നിങ്ങൾ ഇങ്ങനെ മുണ്ടാതിരിക്കുന്നത്. ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതെ, ആത്മാവിനാണ് വാല്യൂ, ആത്മാവിനാണ് വില, അതിനാണ് പവർ. ആ ആത്മാവിനെ നന്നാക്കണോ? ആ ആത്മാവിനാണ് തഖ്വ വേണ്ടത്. ആത്മാവിനെ സംരക്ഷിക്കാനാണ് നമ്മൾ ജീവിതം മുഴുവനും നീക്കി വെക്കേണ്ടത്. വൽ തൻദുറു നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്, നാളത്തേക്ക് വേണ്ടി ഓരോരുത്തരും വല്ല സ്വത്തും തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കണേ. അതെ, മൂക്കിൽ പരുത്തി വെക്കാൻ പരുത്തി റെഡിയാണ്. മരണവാർത്ത അറിഞ്ഞാൽ മോനെ നിന്റെ മയ്യത്ത് മറമാടാൻ, ഖബർ കുഴിക്കാൻ, അതും നമ്മുടെ ബോവിലാള് റെഡിയാണ്. വഹുവലായതിരീ, നിനക്കറിയോ? ഇവിടെ ഖബർ ആൾക്ക് നാളില്ലേ? അവർക്കറിയോ നാളെ ഞാൻ ഈ ബോവിലെ ആൾക്ക് വേണ്ടിയിട്ടാണ്, മയ്യത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഇനി ഖബർ തോണ്ടുന്നത്. ആ വ്യക്തിക്കറിയോ? ഇല്ല. ഞങ്ങളുടെ നാട്ടിലെല്ലാം മുൻകൂട്ടി ഖബർ കുഴിച്ചിടില്ല. കാരണം എന്താ? അവിടെ പാറയാണ്. മരിച്ചിട്ട് വിവരം കിട്ടിയിട്ട് ഖബർ കുഴിക്കാൻ കഴിയില്ല. കാരണം 2 ദിവസം 4 ദിവസം വേണ്ടി വരും. എനിക്കെല്ലാം ഇപ്പോഴും ഖബർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരും ബേജാറാവൊന്നും വേണ്ട. നിങ്ങൾ അങ്ങനെ ആക്കണം എന്നല്ല ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? കാരണം അവിടെ എങ്ങനെ നമ്മളെ ബാപ്പക്കെല്ലാം മർഹൂം മുഹമ്മദ് കോയ ജമലുല്ലൈലി ഖദ്ദസല്ലാഹു തആല സിറഹുൽ ഇസ്താങ്ങിക്കല്ല വാപ്പക്കല്ല, വാപ്പാന്റെ വാപ്പ വർഷങ്ങൾക്ക് മുമ്പ് ഖബർ റെഡിയാക്കി വെച്ചിരിക്കും. ഇതെന്റെ മോൻക്കുള്ള ഖബറാന്ന് പറഞ്ഞു. ആ ഖബറിൽ കിടക്കുന്ന റബ്ബിന്റെ തീരുമാനം. മിന്നാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. അള്ളാഹു ഭൂമിനെ പടക്കുമ്പോ അല്ല, ഈ ഭൂമിയോട് ആദമിനെ പടക്കുമ്പോൾ മണ്ണ് കൊണ്ടുവരാൻ പറഞ്ഞു മലക്കുകളോട്. മലക്കുകൾ ജിബ്രീൽ പറഞ്ഞു, ചോദിച്ചപ്പം ഭൂമി പറഞ്ഞു ഇല്ല, തരില്ല. റബ്ബിനോട് ആവലാതി പറഞ്ഞു, തരൂല എന്ന് പറഞ്ഞു. അപ്പൊ അള്ള പറഞ്ഞു, ബേജാറാവണ്ട, മടക്കിട്ട് കൊടുക്കാന്ന്. ഒരു സാധനം വാങ്ങി മടക്കി കൊടുക്കണ്ടേ? നമുക്ക് ആ പരിപാടിയേ ഇല്ല. 10 രൂപ കട ഉസ്താദിന്റെ അടുത്ത് വാങ്ങിയാല് പിന്നെ സുബ്ഹാനല്ലാഹ് പള്ളിക്ക് വരില്ല. ഇവിടെ അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല. ബഹുൽ അങ്ങനൊന്നും ഉണ്ടാവില്ല. അതായത് കത്തീമാരോട് ആരോ പൈസ വാങ്ങിയിട്ട് ബുദ്ധിമുട്ടാക്കരുത്. അല്ലേ? ചെറിയ ശമ്പളമാണ്. കടം വാങ്ങിയിട്ട് പിന്നെ പള്ളിക്കാട്ടുക്ക് സലാം പറഞ്ഞ മാറിയാൻ പാടില്ല, മടക്കണ്ട. പള്ളിക്കാട്ടുക്ക് സലാം പറഞ്ഞ ആരെങ്കിലും വാലൈക്കും സലാം എന്ന് പറഞ്ഞാ ഇല്ല, അങ്ങനെ ആവാൻ പാടില്ല. ഇതേ ഭാര്യ അള്ള പറഞ്ഞു ഭൂമിനോട് തിരിച്ചു തരാം, ബേജാറാവണ്ട, തിരിച്ചു തരാം. അങ്ങനെ യുവാക്കൾ ഉമ്മമാർ കേൾക്കണോ? ഭൂമിയുടെ നാനാ കോണുകളിൽ നിന്നാം ആദമിനെ പടക്കാൻ അള്ള മണ്ണെടുക്കുന്നത്. അതില് റഫായ ഭൂമിയുണ്ട്, നല്ല പാറക്കല്ല് പോലത്തെ കടികട്ടിയുള്ള ഭൂമിയുണ്ട്, വെറും കളിമണ്ണ് ചട്ടി ഉണ്ടാക്കുന്ന മണ്ണുണ്ട്, അതുപോലെ നല്ല ഫലപുഷ്ടിയുള്ള കണ്ടത്തുള്ള മണ്ണുണ്ട്, ചരൽക്കല്ലുള്ള മണ്ണുണ്ട്, ഭസ്മ മണ്ണുണ്ട്, കറുത്ത മണ്ണുണ്ട്. കറുത്ത മണ്ണുണ്ടില്ലേ? ഘട്ടത്തെല്ലാം പോയാൽ ചുവന്ന മണ്ണുണ്ട്, മഞ്ഞ കളറ്, അങ്ങനെ ഡാർക്ക് ഗ്രീൻ തുടങ്ങിയിട്ടുള്ള പല 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 മണ്ണുകള് മിശ്രിതമായിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പല ഭാഗത്തു നിന്നും ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഒരു പിടി മണ്ണ് കൊണ്ടുവരാൻ പറഞ്ഞത്. ആരെ പടക്കാൻ? അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം.
എല്ലാരും ആദമിന്റെ മക്കൾ തന്നെയല്ലേ? അതിൽ ഡാർവിങ്ങിന്റെ സിദ്ധാന്തം പോലെ കൊരങ്ങന്മാരെന്ന് മങ്കികളിൽ നിന്നുണ്ടായതല്ലോ നമ്മളെല്ലാം. യുവാക്കളെ, സ്കൂളിൽ പഠിക്കുന്നതല്ലേ ഡാർവിങ് സിദ്ധാന്തം? കൊരങ്ങൻ ആ കൊരങ്ങൻ നിന്നാണ് അത് ഇല്ലാതെയായി ബാലെല്ലാം പോയി പിന്നെ മനുഷ്യനായി മാറിയത്. അങ്ങനെയല്ല. ആ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം, അതല്ലാതെ മങ്കിയിൽ നിന്ന് മങ്കി പരിണമിച്ച് പിന്നെ മനുഷ്യനായി മാറിയതല്ല. അതുകൊണ്ട് തന്നെ വിഷയം ഞാൻ അടുക്ക് നിർത്താം. പല ഭാഗത്തുനിന്നും പല കളറിലും പല സ്വഭാവ ഗുണങ്ങളുള്ള മണ്ണിനെ കൊണ്ടാണ് മനുഷ്യനെ പഠിച്ചപ്പോൾ എല്ലാരും ഒരേ കളറല്ല, എല്ലാരും ഒരേ മാതിരിയാണ് അല്ല. എല്ലാരെ സ്വഭാവം ഒരേ മാതിരിയല്ല. ചിലർ ഭയങ്കര കാഠിന്യമുള്ളവരാ, ചിലർ വളരെ ലോലമായ മനസ്സാണ്, എല്ലാവരും നല്ല സ്നേഹമുള്ള മനസ്സാ. പല രൂപത്തിലുള്ള കോലങ്ങളും രൂപങ്ങളും വർണ്ണങ്ങളും ഭേദങ്ങളുമായി മാറി മനുഷ്യ മക്കൾ മുഴുവനും. അതേ അങ്ങനെ ഭൂമിനോട് അള്ള പറഞ്ഞു, മോനെ മടക്കിത്തരാ. അതേ ആ മടക്കമാണ് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. മണ്ണിലേക്ക് മടക്കാൻ മോനെ, നിന്റെ മരണവാർത്ത അറിഞ്ഞ് ബോവിലുള്ള നാട്ടുകാർ കബറ് കുഴിക്കുന്നവർ ഇവിടെ റെഡിയാട്. ബഹുവലായതിരീ, കബർ കുഴിക്കാനുള്ള ആയുധങ്ങള് കൊട്ടുംപിക്കാസും റെഡിയാണ്. പക്ഷെ എന്റെ മയ്യത്ത് അടക്കാനുള്ള കബറാണ്. കബറിന് വേണ്ടി നാളെ ഈ പിക്കാസ് യൂസ് ചെയ്യുമെന്ന് ഏതെങ്കിലും ആണ് പെണ്ണ് വിചാരിച്ചോ? ഇല്ല. സുബ്ഹാനല്ലാഹ്. ആ 6 അടി മണ്ണില് എന്റെ യുവാവേ, എന്റെ പെങ്ങളെ, നീ മയ്യത്തായ വാർത്ത കേട്ടത് മുതൽ നീ ധരിച്ച ഡ്രസ്സുണ്ടല്ലോ, നിന്റെ ടൈറ്റ് ഫിറ്റ് വേണ്ടുണ്ടല്ലോ, നിന്റെ ചുരിദാറും അത് നിന്റെ സാരിയും പർദ്ദയും നിന്റെ ആ ബനിയനും നിന്റെ എല്ലാ ഡ്രസ്സും മാറ്റിയിട്ട് 2 അടി വീതിയുള്ള 2 അടി അകലമുള്ള ഒരു ബെഞ്ചിൽ നിന്നെ കിബിലക്ക് നേരെ കിടത്തിയിട്ട് ഒരു കോറത്തുണി കൊണ്ട് മുഴുവനും കംപ്ലീറ്റ് അങ്ങ് പുതപ്പിച്ചിട്ട് നിന്റെ ആ താടയെല്ലാം അങ്ങ് കെട്ടിയിട്ട് നിന്റെ മൂക്കിൽ പരുത്തി വെച്ച് നിന്റെ കൊമ്പം വെല്ല് തമ്മിൽ കൂട്ടിക്കെട്ടിയിട്ട് നിന്റെ വയറിന്റെ മുകളിൽ അതാ ഒരു താക്കോല് പോലെ കനമുള്ള സാധനം വെച്ചിട്ട് നിന്നെ കംപ്ലീറ്റ് അങ്ങ് മൂടി പുതപ്പിച്ച് കിടത്തിയിട്ട് മോനെ, നിന്റെ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷം നിന്റെ നാട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരും നിന്റെ വീട്ടിലേക്ക് കയറി വരുന്നിട്ട് നിന്റെ ആ കഫൻ തുണി, അതാ നിന്നെ പുതപ്പിച്ച ആ വെളുത്ത തുണി ഒന്ന് മാറ്റിയിട്ട് നിന്റെ മുഖമൊന്ന് തുറന്നു നോക്കുമ്പോൾ മോനെ, നീ ആ മയ്യത്തായി കിടക്കുമ്പോൾ എന്റെ ചങ്ങാതിയാണ് വന്നത്, എന്റെ വാപ്പയാണത്, എന്റെ കുടുംബക്കാരനാണത്, ഇന്നലെ എന്റെ ബൈക്കിന്റെ പിറകിൽ കൊണ്ടുപോയ എന്റെ അതേ ഗേൾഫ്രണ്ടാണത്, എന്റെ ഗേൾഫ്രണ്ടാണത്, അതേ എന്റെ വേണ്ടപ്പെട്ടവരാണ് എന്നിങ്ങനെ കിടന്നിട്ട് മയ്യത്തായി കിടക്കുന്ന നീ അറിയുകയല്ലാതെ മിണ്ടാനുള്ള കഴിവ് നിനക്കില്ല മോനെ, നിനക്കില്ല പെങ്ങളെ. പുതുമണവാട്ടിയായിട്ട് ആദ്യ രാത്രിക്ക് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയ പെൺമക്കളെ കഥകൾ കേട്ടിട്ടില്ലേ പെങ്ങളെ? 2 വർഷം മുമ്പ് അടിയാർ കണ്ണൂർ മംഗലത്തിന്റെ ആ ആദ്യ രാത്രിയിൽ മരണപ്പെട്ടു പോയ പെൺകുട്ടിയുടെ കഥ കേട്ടിട്ടില്ലേ? ഗർഭത്തിൽ മരിച്ചുപോയ ഉമ്മമാരെ കേട്ടിട്ടില്ലേ? ഇതെല്ലാം റബ്ബ് തആല പഠിക്കാനാണ് നമുക്ക് തന്നത്, പാഠം ഉൾക്കൊള്ളാനാണ് തന്നത്. മരണത്തിന്റെ വാർത്ത അറിയലോടുകൂടെ നിന്നെ കുളിപ്പിക്കാൻ ആള് റെഡിയാണ്, മൂക്കിൽ പരുത്തി വെക്കാൻ ആള് റെഡിയാണ്, കഫൻ ചെയ്യാൻ ആള് റെഡിയാണ്, അത് മയ്യത്ത് കട്ടിൽ കൊണ്ടുവരാൻ ആള് റെഡിയാണ്. അവസാനത്തെ നിന്റെ യാത്രയപ്പുണ്ടല്ലോ, നിന്നെ കുളിപ്പിക്കാനുള്ള ചെറിയ സാമ്പിൾ സോപ്പ് അത് ഇന്നും സ്റ്റേഷനറിയിൽ റെഡിയുണ്ട് കേട്ടോ. നിന്നെ കുളിപ്പിക്കുമ്പോൾ പുകയിടാനുള്ള ലോബാനുണ്ടല്ലോ, ഉതുവത്തി ഉണ്ടല്ലോ, ചന്ദനത്തിരി ഉണ്ടല്ലോ, മണിക്കുന്ത്രിക്കമുണ്ടല്ലോ,
ഉണ്ടല്ലോ, എല്ലാം ഇന്ന് നമ്മുടെ സ്റ്റോറിൽ റെഡിയാണ്, അതേ സ്റ്റേഷനറിയിൽ റെഡിയാണ്, അങ്ങാടിയിൽ റെഡിയാണ്. വഹുവ ലാ യദ്രി, നമുക്കതറിയോ ഇല്ല. നാളെ ഈ കാണുന്ന സോപ്പ് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള സോപ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയോ? ഇല്ല ഇല്ല. നിന്റെ വീട്ടിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന അതേ ഒരു എഞ്ചിന്റെ പ്രോബ്ലം ഇല്ലാത്ത, ഒരു ടയറിന്റെ തേയ്മാനമില്ലാത്ത 6 കാലുള്ള മയ്യത്ത് കട്ടില് നിന്റെ വീട്ടിന്റെ ജാളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നിന്റെ നാട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരും ചങ്ങാതിമാരും വന്നിട്ട് അതേ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ മയ്യത്ത് കട്ടിലേക്ക് അങ്ങ് കയറ്റി വെച്ചു മോനെ. കെട്ടുകൾ 3 കെട്ടി മയ്യത്ത് കട്ടിയിലേറ്റി, ഒരു ദീനമുണ്ടോരു യാത്ര, മടക്കമില്ലാത്തോരു യാത്ര. കെട്ടുകൾ 3 കെട്ടി മയ്യത്ത് കട്ടിയിലേറ്റി, ഒരു ദീനമുണ്ടോരു യാത്ര, തിരിച്ചു വരാത്തോരു യാത്ര. ഹസ്ബി റബ്ബി. കെട്ടിയിട്ട് നിന്റെ ഓരോരോ ദോരങ്ങളിലും പരുത്തി വെച്ച് ബന്ദ് ചെയ്തിട്ട് അതാ മയ്യത്ത് കട്ടിലേറ്റിയിട്ട് നിന്നങ്ങനെ അവസാനത്തെ ആ യാത്ര പിന്നെ ജനങ്ങൾ ഒത്തുകൂടിയിട്ട് നിന്നെ കൊണ്ടുപോവുകയാണ്. നിന്റെ തിരിച്ചുപോക്കിന്റെ മുദ്രാവാക്യം വിളിച്ചിട്ട് മീലാദിന് നമ്മൾ മുട്ടുചുരുട്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കാറുണ്ട്. അതുപോലെ നിന്റെ അവസാനത്തെ യാത്രയുടെ മുദ്രാവാക്യം ഏതാണെന്നറിയോ? ആ ഒരു വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് 6 അടി മണ്ണില് അതേ ഖബർസ്ഥാനിൽ റെഡിയാക്കിയ നിന്റെ ആ വീട്ടിലേക്ക്, നിന്റെ താമസ സ്ഥലത്തിലേക്ക് എന്നേക്കുമായി വിശ്രമിക്കാനുള്ള 6 അടി മണ്ണിലേക്ക് നിന്നെ കൊണ്ടുപോവുകയാണ് എൻ്റെ പെങ്ങളെ, എൻ്റെ യുവാക്കളെ. എന്നിട്ടോ ആ ഖബറിന്റെ കാൽഭാഗത്ത് മയ്യത്ത് കട്ടിലിന്റെ തലഭാഗം വെച്ച് അതേ അതിന്റെ ആ മയ്യത്ത് കട്ടിലിന്റെ മൂടുഭാഗം മാറ്റിയിട്ട് മുകളിൽ ഒരു തുണി പിടിച്ച് ബന്ദ് ചെയ്യുകയാണ്, മറച്ചു പിടിക്കുകയാണ്. ആരും കാണണ്ട. മെല്ലെ മെല്ലെ 3 കയറ് വെച്ചിട്ട് നിന്നെ ഖബറിലേക്ക് താത്തുകയാണ്. ആ താത്തി വെച്ച് നിന്റെ മുഖഭാഗത്തെ ആ കഫൻ തുണി മാറ്റിയിട്ട് തലയുടെ കെട്ടും മാറ്റി, അരഭാഗത്തെ കെട്ടും മാറ്റി, കാൽഭാഗത്തെ 3 കെട്ടും അഴിച്ചിട്ട് നിന്റെ കവിൾ തടമുണ്ടല്ലോ, നിന്റെ ആ വലത്തെ കവിൾ തടമുണ്ടല്ലോ, ആ കവിൾ തടത്തുനിന്ന് കഫൻ തുണി മാറ്റിയിട്ട് മിന്നാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. അല്ല പറഞ്ഞില്ല മണ്ണിനോട് ഭൂമിയോട്, ഭൂമിയെ നിനക്ക് ഞാൻ തിരിച്ചു തരും, നിനക്ക് ഞാൻ മടക്കി തരും. അതെ, മണ്ണ് മണ്ണിനോട് ചേർത്തി വെക്കുകയാണ്. കഫൻ തുണി മാറ്റിയിട്ട് പെങ്ങളെ, യുവാവേ, കഫൻ തുണി മാറ്റിയിട്ട് മണ്ണിലേക്ക് നിന്റെ ശരീരം അതാ അങ്ങടുപ്പിച്ച് വെക്കുകയാണ്, തൊട്ട് വെക്കുകയാണ്. എന്താ? മടക്കി കൊടുക്കുകയാണ്. എന്നിട്ടോ ഖിബിലയിലേക്ക് നിന്നങ്ങ് ചെരിച്ചു കിടത്തിയിട്ട് ബാക്ക് ഭാഗത്തേക്ക് മറിഞ്ഞു വീഴാതിരിക്കാൻ യുവാക്കളെ ഖബറൊന്ന് റെഡിയായിട്ട് ആ ഖബറിനൊന്ന് നോക്കാൻ മനസ്സുണ്ടോ യുവാവേ?
ഖബറിന്റെ അടുത്ത് പോവാൻ സമയം കണ്ടെത്തുന്നോ യുവാവേ? അല്ലാഹനെ കുറിച്ച് ബോധോദയമുണ്ടാവാൻ, റബ്ബിനെ കുറിച്ചൊരു ഭയം വരാൻ, മരണത്തെ കുറിച്ച് ബോധം വരാൻ ഇത് കാരണമാവും യുവാവേ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, മരണവാർത്ത മൈക്കിലൂടെ അനൗൺസ്മെന്റ് ചെയ്ത് എത്ര ആളെ കൂട്ടാൻ പറ്റുമോ ആ മയ്യത്തിന്റെ മുഴുവൻ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരിപാലനത്തിന് വേണ്ടി ധാരാളം ഒരുമിച്ച് കൂട്ടിയോ അവൻക്ക് പ്രതിഫലം ഖൈറാത്തൈൻ, വലിയ പർവ്വതത്തിന്റെ അത്രയും സമാനമായ പ്രതിഫലം അല്ലാഹു കൊടുക്കും. കാരണോ ഈ മയ്യത്തിന് ഇനി ദോരക്കാൻ കഴിയില്ല, ഖുർആൻ ഓതാൻ കഴിയില്ല, ദിക്ർ ചൊല്ലാൻ കഴിയില്ല, നോമ്പ് പിടിക്കാൻ കഴിയില്ല, ഇത്തികാഫ് ഇരിക്കാൻ കഴിയില്ല, ഒരു സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. നിങ്ങളെപ്പോലെയുള്ള കൂട്ടുകാരുടെ നാട്ടുകാരുടെ വല്ല സൽപ്രവർത്തനവുമല്ലാതെ മയ്യത്തിനൊരു ഇനി ഒരു അമലുമില്ല. അതേ ഖിബിലയിലേക്ക് തിരിച്ചു കിടത്തിയ മയ്യത്ത് ബേക്കോട്ട് മറിയാതിരിക്കാൻ ചെയ്യുന്ന പണി എന്താണെന്നറിയോ യുവാവേ? നിന്റെ ആ മയ്യത്തിന്റെ ബേക്കില് ഒരു കല്ല് വെച്ച് അങ്ങ് താങ്ങ് കൊടുക്കുകയാണ് ഉപ്പാപ്പാ, മറിഞ്ഞു വീഴാതിരിക്കാൻ. എന്നിട്ടോ നിന്റെ തലക്ക് നീ ഇന്നേവരേക്കും നല്ല സ്പോഞ്ചിന്റെ പരുത്തിയുടെ തലയണ വെച്ച് കിടന്ന് നിനക്ക് നാളെ ഖബറിൽ തരുന്നത് തലയിണ ഏതാ? മണ്ണ് കൊണ്ടുള്ള ഇഷ്ടികയാ. ആ മണ്ണ് കൊണ്ടുള്ള ഇഷ്ടിക നിനക്ക് തന്നിട്ട് നിന്റെ ബാക്കിൽ ഒരു കല്ല് വെച്ച് താങ്ങ് വെച്ച് മറയാതിരിക്കാതെ, എന്നിട്ടോ എല്ലാ കെട്ടുകളും മാറ്റിയിട്ട് നിന്റെ മുഖത്ത് ആ തൊലി ആ മാംസം ആ മണ്ണിലേക്ക് ചേർത്ത് വെച്ച് മൂടുകല്ലുകൾ വെച്ച് ബന്ദ് ചെയ്യുകയാ. എന്നിട്ടോ ആ ഇടയിലൂടെ കല്ലിന്റെ ഗപ്പിലൂടെ മണ്ണ് താഴോട്ട് പോവാതിരിക്കാതെ മണ്ണ് വെള്ളം കൊണ്ട് കുഴച്ചിട്ട് അത് ബന്ദ് ചെയ്തിട്ട്, എന്നിട്ടോ അതാ കൂടി നിന്നവര് മുഴുവനും ഖബറ് കുഴിച്ചിട്ട് ആ ഖബറിലേക്ക് നിന്നെ വെച്ച് മൂടുകല്ല് വെച്ചിട്ട്, കൂടുള്ള ചങ്ങാതിമാരുണ്ടല്ലോ, ആരും അവിടെ നിൽക്കാൻ നമുക്ക് മനസ്സില്ല, സമയമില്ല. മയ്യത്ത് കണ്ടിട്ട് വേഗം നമ്മള് ബിസിനസിന് പോയവരാണ്, മംഗലത്തിന് പോയവരാണ്, കച്ചവടത്തിന് പോയവരാണ്. ഖബറിന്റെ അടുത്ത് പോവാൻ ആളെ കിട്ടുന്നില്ല. അവിടെ നിന്നിട്ട് 3 പിടി മണ്ണി വാരി എറിയുകയാണ്. ആർക്ക്? നിന്റെ മുകളിലേക്ക് എറിയുകയാണ്. എന്താണ് മുദ്രാവാക്യം? 3 മുദ്രാവാക്യം. മിന്നാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. മണ്ണിന്നാണ് മോനെ നിന്നെ പടച്ചത്. ഓ പെണ്ണേ, ആ മണ്ണിലേക്ക് തന്നെ നിന്നെ മടക്കും കേട്ടോ. ആ മണ്ണിൽ നിന്ന് തന്നെ ഉപ്പാപ്പമാരെ നാളെ റബ്ബിന്റെ ആ കോർട്ടിൽ നിന്നെ ഹാജരാക്കും, പുനർജന്മവും നൽകുമെന്നുള്ള ആ 3 മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് 3 പിടി മണ്ണ് വാരിയിട്ട്, പിന്നെ ആ ഖബർ കുഴിക്കുന്നവർ കൊട്ടുകൊണ്ട് നല്ലവണ്ണം അതാ നിന്റെ ഖബറിന്റെ മുകളിലേക്ക് കൂമ്പാരമാക്കി മണ്ണ് ഇട്ടിട്ട് 2 ഭാഗത്തും 2 മീസാങ്കല്ല് വെച്ച് തലക്കും പുറത്തും കാൽഭാഗത്തും ഒരു പച്ച കൊമ്പ് കുത്തിയിട്ട് നിനക്ക് പൊറുക്കലിനെ തേടാൻ അതേ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. കാരണോ ആ ഒരു ചെടി പച്ചയായിരിക്കുന്ന കാലത്തോളം ആ മയ്യത്തിന് വേണ്ടിയിട്ട്, ആ സ്വാഹിബുൽ ഖബറിന് വേണ്ടിയിട്ട് ആ ചെടിയിലെ ചപ്പുകൾ പൊറുക്കലിനെ തേടോ. അതേ എന്നിട്ട് സലാം പറഞ്ഞ് നീ അങ്ങ് നിന്റെ വീട്ടിലേക്ക് അങ്ങ് തിരിഞ്ഞു നടക്കുമ്പോൾ നിന്റെ 6 അടി ഖബറിലേക്ക്, ഇരുട്ടറയായ ഖബറിലേക്ക് മോനെ അവിടേക്ക് കയറി വരികയാണ്. ആരാണെന്നറിയോ? മുൻകർ നക്കീർ കയറി വരികയാണ്. നല്ല മയ്യത്താണ് എങ്കിൽ പ്രകാശപൂരിതമായ മുഖത്തോടെ അതാ ആ മുൻകർ നക്കീർ കടന്നു വരികയാണ്. മുടിയോ സുബ്ഹാനല്ലാഹ് താഴോട്ട് വലിച്ചിടുന്ന രൂപത്തില്, മുട്ടുവരെ നീളമുള്ള വലിയ പല്ലുമായിട്ട് പേടിക്കപ്പെടുന്ന രൂപത്തിലുള്ള ആ വരവ് കാണുമ്പോൾ തന്നെ നീ ഇങ്ങനെ കിടുകിട വിറക്കുകയാ.
അതിന്റെ മുമ്പ് നീ നിന്നങ്ങ് ഖബറിലേക്ക് വെക്കലോടുകൂടെ ഒരു കാര്യം നടക്കാനുണ്ട് പെങ്ങളെ. യുവാവേ, അല്ല കൊടുത്തതല്ലേ, അല്ല തിരിച്ചു കൊടുത്തതല്ലേ ഒരു മണ്ണിന്റെ അംശം. നഷ്ടപ്പെട്ടു പോയ മോനെ, നഷ്ടപ്പെട്ടു പോയ കാണാതായി പോയ ഒരു കുഞ്ഞിനെ ഉമ്മാക്ക് തിരിച്ചു കിട്ടിയാൽ അണച്ചു കൂട്ടിയിട്ട് മുത്തം കൊടുക്കാറില്ലേ? സബ്ബതനല്ലാഹു ബിൽ ഖൗലി സാബിത്ത് എന്ന് നമ്മൾ പറയുന്നില്ലേ? ഇതുപോലെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയ ഒരംശത്തിന്, ഒരു ഭാഗത്തിന് തിരിച്ചങ്ങ് കിട്ടലോടുകൂടെ ഭൂമി അതിന്റെ സ്വഭാവം കാണിക്കും പെങ്ങളെ. എന്തു സ്വഭാവോ? സ്നേഹത്തിന്റെ സ്വഭാവോ, സ്നേഹത്തിന്റെ സ്വഭാവം. എന്റെ യുവാക്കളെ, ഇങ്ങ് ശ്രദ്ധിക്കണോ? ആ ഭൂമിയുടെ സ്വഭാവം കാരണോ ഭൂമി അതാ ഒരു ലമ്മത്തം ലമ്മത്തം വാഹിദ, ഒരു കൂട്ടിപ്പിടുത്തോ, ഒരു കൂട്ടിപ്പിടുത്തോ. എന്റെ ഉപ്പമാരെ, ഖബറിലങ്ങ് വെക്കലോടുകൂടെ തിരിച്ചു കിട്ടിയ മോനെ സന്തോഷത്തോടെ, തിരിച്ചു കിട്ടിയ ഭാഗം കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തോടെ ഭൂമി ഒരൊറ്റ അമർത്തലാണ്, ഒരൊത്തലാണ്. അതോടുകൂടെ നിന്റെ വാരിയല്ലുകൾ മുഴുവനും അങ്ങ് കോർത്തു പോവുകയാണ്. ഇവിടെയാണ് സബ്ബതനല്ലാഹു ബിൽ ഖൗലി സാബിത്ത്. റബ്ബ് നമുക്ക് അവിടെ അതേ സലാമത്ത് നൽകുമാറാവട്ടെ എന്ന് നമ്മൾ ദോരിക്കാറുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു കഥകൾ കൂടിയിട്ട് ഖബറിലുണ്ട് പെങ്ങളെ, മറക്കണ്ട. സാധാരണയല്ല ഖബറ്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ. കണ്ടാലുടൻ നീ വാവിട്ടു നീ കരയേണ്ടതാ. ഖബറെന്ന വാർത്ത കേൾക്കുമ്പോഴേ നിന്റെ കൽബിൽ ഒരു പേടി വരണോ, നിനക്കൊരു നെട്ടല് വരണോ? അതെ, ഖബറിനെ കണ്ടാ നീയോ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റി വീഴ്ത്തി നീ കരയണം. കാരണം അത്രയും ഗൗരവമേറിയതാണ് ഖബറ്. മരിച്ചാൽ ഖബറിന്റെ അടുത്ത് പോവാൻ നമ്മൾ റെഡിയില്ല. സലാം പറയാൻ ബാപ്പാന്റെ ഖബർ കണ്ടാലും ഓർമ്മയില്ല, ഉമ്മാമന്റെ ഖബർ കണ്ടാലും ഓർമ്മയില്ല. വെള്ളിയാഴ്ചയെങ്കിലും എന്റെ ബോവിലുള്ള ജമാഅത്തുകാരാ, ഖബർസ്ഥാനിൽ മറവട്ട് കിടക്കുന്ന നിന്റെ ഖബറാളികൾക്ക് പോയിട്ടൊരു സലാം പറയാൻ, ഒരു ഫാത്തിഹ ഓതാൻ ഒന്ന് സമയം കണ്ടെത്തിക്കോ. ഇതാണ് റബ്ബ് തആല ചോദിക്കുന്നത്. നാളത്തേക്ക് വേണ്ടി വല്ലതും നീ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ? ആ ഇരുളരയായിരിക്കുന്ന ഖബറിൽ മുൻകർ നക്കീറിന്റെ ചോദ്യങ്ങളും അതിനുള്ള മറുപടികളും. നല്ലവനാണ് എങ്കിൽ പുതിയാപ്പിളിന്റെ ഉറക്കുറങ്ങിക്കോ എന്ന് പറഞ്ഞ് അവനക്ക് നല്ല സുഖമായ നിദ്ര അവനക്ക് കൊടുക്കും. അല്ല എങ്കിൽ അവനക്ക് ഖിയാമത്ത് നാൾ വരെ ആത്മാവിനുള്ള ശിക്ഷ അല്ലാഹു കൊടുക്കും. അല്ലാഹു നമുക്ക് ഖബറിൽ സലാമത്ത് നൽകുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്. ഞാൻ നിർത്തുകയാണ്. അതെ, റബ്ബ് തആല നമുക്ക് തന്ന ഒരു സന്ദർഭമാണ്, ചാൻസ് ആണ്. എന്ത്? നന്നാവാനുള്ള സമയം. അതാണ് വിശുദ്ധമായ റമളാൻ. നന്നാവാനുള്ള ചാൻസ്. അതിന് ഒരുങ്ങി തയ്യാറാവാനാണ്. നേരത്തെ ഖത്തീബ് ഉസ്താദ് ഞാൻ വരുമ്പോ പറഞ്ഞതുപോലെ തയ്യാറെടുപ്പ് നടത്താൻ 2 മാസം തന്നു. 2 മാസം തന്നു. ഇനി ആ വിശുദ്ധമായ റമളാൻ ഇനി 1 മാസം ഇല്ല. 1 മാസത്തിന്റെ ഉള്ളിലായിട്ട് റമളാൻ നമ്മളിലേക്ക് സമാഗതമാകുകയാണ്. അതിനു മുമ്പ് നമ്മൾ മനസ്സും ശരീരവും വീടും കുടിയും വസ്ത്രവും എല്ലാം ഒന്ന് ക്ലീനായി വരണം. എന്നിട്ട് റമളാനിനെ വരവേൽക്കണം. റമളാൻ കടന്നിട്ടല്ല തോബ ചെയ്യേണ്ടത്. ഇവിടെ തോബ ഉണ്ടാവും. വെള്ളിയാഴ്ച ചിലവർ വിചാരിച്ച് പെരക്കും പോലെ ഉമ്മമാരെ, എന്റെ യുവാക്കൾ, ഉപ്പാപ്പന്മാരെ, റമളാനിലുള്ള 4 വെള്ളിയാഴ്ച ഖത്തീബ് ഉസ്താദ്, മുഖ്രി ഉസ്താദ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം തൗബാണ്ട് ചൊല്ലിത്തന്ന് 4 വെള്ളിയാഴ്ച ആയതോടുകൂടെ എല്ലാം പുറത്ത് പള്ളിയിൽ അച്ഛന് കുർബാന നടത്തി തലയിൽ കൈവച്ച് എല്ലാം പുറത്ത് നിന്ന് സ്വർഗത്തിലേക്ക് കണ്ട് പോവാന്ന് ആരും വിചാരിക്കണ്ട.
അതിന്റെ തോബന്റെ കുറച്ച് ഷർത്തുകളൊക്കെ ഉണ്ട്. ഞാനൊക്കെ കടക്കില്ല, സമയമില്ല. ആ ഷർത്തെല്ലാം പാലിച്ചാലേ തോബ അല്ലാഹ് സ്വീകരിക്കുള്ളൂ. ഉതുലുബ മതാബം ബിന്നദാമത്തി മുഖ്ലിയ വബിഅസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല വബറാഅത്തി മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി. അതിന് കുറെ 4 നിബന്ധനകളുണ്ട്. ഒന്ന്, ആ നിബന്ധനകളൊക്കെ പാലിച്ച് റെഡിയായി നിൽക്കാനാണ് റജബുൻ ഷഅബാനും 2 മാസം നമുക്ക് അല്ലാഹ് തന്നത്. അക്കടപാടുകൾ വീട്ടണം. ഇനി ദോഷത്തിലേക്ക് ഞാൻ മടങ്ങില്ല എന്നുള്ള നിർധാരം. കടം കൊടുക്കാനുള്ള കടങ്ങളൊക്കെ വീട്ടണം. സുന്നത്ത് മംഗലത്തിനും അപ്പത്തിന്റെ മംഗലത്തിനും അരിസാമാനം വാങ്ങിയ, നെയ്ച്ചോറിന്റെ അരി വാങ്ങിയ പൈസ ഇപ്പോഴും അങ്ങാടിയിൽ കടണ്ട്. അതിന്റെ അപ്പുറം 4 മംഗലം കടന്ന് കഴിഞ്ഞ് അല്ലേ, അപ്പത്തിന്റെ മംഗലവും കഴിഞ്ഞ് പുള്ളിക്ക് പുള്ളിയും ചള്ളിയായി. ആ കടന്ന് വീട്ടിയിട്ടില്ല. മറ്റന്നാൾ റമദാനിൽ വന്ന് മുക്കുരുസായി അസ്താഫുറുള്ള പറഞ്ഞെങ്കിൽ അത് അള്ളാഹ് ഓർക്കും നിങ്ങൾ വിചാരിച്ചിനാ? അള്ളാഹ് മാപ്പാക്കുന്നു വിചാരിച്ചിനാ? ഇല്ല. അതിനൊക്കെ റെഡിയായി നിൽക്കണം. എന്റെ ഉമ്മമാരെ, ആ കുശുമ്പും കുറുമ്പും വാശിയും മരിച്ചാലും പോവില്ല മംഗലത്തിനും പോവില്ല എന്നൊക്കെ പറഞ്ഞ കഥകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. പൈസ കൊടുക്കാനുണ്ടോ, മനസ്സിനെ നമ്പലപ്പെടുത്തി തെറ്റുണ്ടോ കുറ്റുണ്ടോ എല്ലാം ക്ലിയർ ആക്കുക. എന്നിട്ട് തോപ ചെയ്യുക. അപ്പൊ അല്ലാഹ് തോപ സ്വീകരിക്കും. അതല്ലാതെ റമളാനിൽ 4 വെള്ളിയാഴ്ച അല്ല 40 വെള്ളിയാഴ്ച റമളാനിലുണ്ട് എങ്കിലും അല്ലാഹ് തോപ സ്വീകരിക്കും നിങ്ങൾ വിചാരിച്ചോ? ഇല്ല. ഷർത്തൊക്കാതെ തോപ സ്വീകരിക്കില്ല. നിസ്കാരത്തിന്റെ ഷർത്താണ് വുളു ആണെന്നുള്ളത്. ഖിബ്ല ശരിയാവണം. ഈ കാര്യങ്ങളൊക്കെ വുളു ഇല്ല നിസ്കാരം ശരിയാവോ? ഇല്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമില്ല. പടിഞ്ഞാട്ടേക്കല്ല തിരിയേണ്ടത്, നേരെ ഈസ്റ്റിലേക്ക് തിരിഞ്ഞാൽ നിസ്കാരം ശരിയാവോ? ഇല്ല. ഇതുപോലെ തോബ സ്വീകരിക്കണമെങ്കിൽ 4 ഷർത്തുണ്ട്. ഉമ്മമാരെ വീട്ടിലേക്ക് അങ്ങ് ഉസ്താദ്മാര് വന്നിട്ട് 4 റമളാന്റെ ആദ്യത്തോ നടുവിലോ ലാസ്റ്റോ വന്ന് എല്ലാരും ഒത്തുകൂടി ഉമ്മമാരും ഉമ്മാമ്മമാരും എല്ലാ പെണ്ണുങ്ങളും ഒത്തുകൂടിയിട്ട് ഉസ്താദാണ്ട് തോബ ചൊല്ലി തരുമ്പോ ഒക്കെ ക്ലിയറായി എന്നാരും തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല. അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉസ്താദ്മാര് പറഞ്ഞു തരുന്നതാ. ആ ഷർത്തുകളൊക്കെ ഒന്ന് നിങ്ങൾ പാലിക്കണം. പണ്ടൊരു ഉസ്താദ് മുക്കരിച്ച പരക്ക് തോബക്ക് പോകുമ്പോഴാ സുബ്ഹാനല്ലാഹ് അവിടെ ജാളിലിരുന്ന ഒരു പെണ്ണുങ്ങ് ചക്ക തിന്നുണ്ട്. ചക്കന്റെ കാലത്ത് ചക്ക മുറിച്ച് ചന്തത്തില് തിന്നുകൊണ്ട് ഉസ്താദിനെ കണ്ടപാട് ഓടി ചക്കക്ക് അപ്പുറം വലിച്ചെറിഞ്ഞെല്ലാം തട്ടം ഒക്കെ ഇട്ട് വന്നിട്ട് തോബക്കിരുന്നു. ഉസ്താദ് പറഞ്ഞ് അറിഞ്ഞു ചെയ്തതും ചെല്ലി അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും ചക്ക തിന്നതും എല്ലാം നീ മാപ്പാക്കണേ അല്ലാഹ്. ഇത് എന്നെ പറ്റി ഇന്ന് കണ്ടിടുന്നുള്ള സംഗതി മനസ്സിലായി. അതുകൊണ്ട് ഉസ്താദ്മാര് തോബക്ക് വരുമ്പോ അങ്ങനത്തെ പണി ആരും എടുക്കണ്ട. എന്റെ ഉമ്മമാരോട് പറയാ അല്ലേ, നിങ്ങൾക്ക് നോമ്പില്ല എങ്കിലോ അങ്ങനെ ആ മനുഷ്യന്മാര് കാണുന്ന രൂപത്തില് മറ്റുള്ളവര് വെളിവാകുന്ന രൂപത്തിലൊന്നും ചെയ്യല്ലേ. അതേ റമളാന്റെ മുന്നോടിയായി മുന്നൊരുക്കമായി ക്ലീൻ ആവണം. വീടും കൂടിയും ക്ലീൻ ആവണം. ഞാൻ നിർത്തുകയാണ്, കൂടുതൽ സമയമില്ല. വീടും കൂടിയും ക്ലീൻ ആവണം. നമ്മൾ മംഗലത്തിന് മാത്രം പെയിന്റിങ് ചെയ്താൽ പോരാ, മംഗലത്തിന് മാത്രം പോരാ. റമളാനിനെ വരവേൽക്കാൻ റഹ്മത്തിന്റെ മലക്ക് നമ്മുടെ വീട്ടിൽ വരണോ? ആ ബണ്ണാത്തം പലിയും പല്ലിനി എല്ലാം ഒന്ന് കൊന്നുകളഞ്ഞ് അല്ലേ, ഒന്ന് പെയിന്റിങ് നടത്തി കുട്ടികള് ബോർഡാക്കി വെച്ചിട്ടുണ്ടാവും. 2 വയസ്സുള്ള കുട്ടികള് എല്ലാ പേരും ആ ചുമരിലുണ്ടാവും അല്ലേ, എല്ലാരെ പേരുണ്ടാവും. അവൻ പഠിച്ച മുഴുവൻ ABCD അക്ഷരവും ഉണ്ടാവും. എല്ലാ കന്നഡ ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും. അതൊക്കെ ഒന്ന് മായ്ച്ച് നല്ലൊന്ന് ക്ലീൻ ചെയ്യുക, ഒന്ന് വാഷിംഗ് നടത്തുക, നല്ല വൃത്തിയാക്കുക. എന്തിന്? റഹ്മത്തിന്റെ മലക്കുകളെ വരവേൽക്കാൻ. ഉമ്മമാരെ, വീട്ടിലെ ഉമ്മമാർക്ക് വൃത്തിയുണ്ട്, ക്ലീൻ ഉണ്ട് എങ്കിൽ വീട് എങ്ങനെയുണ്ട് എന്നറിയാം. നമ്മളെല്ലാം പല വീട്ടിലേക്ക് പോകുമ്പോ സുബ്ഹാനല്ലാഹ് പോലൊന്നും അങ്ങനെ ഉണ്ടാവില്ല ഞാൻ വിചാരിക്കുന്നു. കയ്യകാൻ കൊണ്ടുപോകുന്ന ബേസിന്റെ അടുത്തേക്ക് കയ്യകണമെങ്കിൽ മൂക്ക് പൊത്തിട്ടാവണം പോണെങ്കിൽ. എന്താ കാരണം? ബേസിന് വെച്ചത് മുതൽ കഴുകിയിട്ടില്ല. ആ ബേസിന് വെച്ചത് മുതൽ എന്തായിട്ടില്ല? കഴുകിയിട്ടില്ല. ഇതെല്ലാരും നോക്കണോ? വീട്ടിലെ ഉമ്മമാര് നോക്കണോ? ഏതെങ്കിലും ഉസ്താദന്മാരെ തങ്ങന്മാരെ കൂട്ടിക്കൊണ്ടുവരുമ്പോഴുള്ള മര്യാദ പരന്നത് മുഴുവൻ പോകാൻ പാടില്ല. ശ്രദ്ധിക്കണോ?
അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ എപ്പോഴും പുല്ലും ചെത്തിക്ക എടുക്കില്ല, ജാളില് ക്ലീൻ ഇല്ല, എപ്പോഴും ബല പിടിച്ച്. ഒരു മയ്യത്ത് വീട്ടിൽ ഞാൻ പോയപ്പോ, മയ്യത്ത് കാണാൻ പോയപ്പോ സുബ്ഹാനല്ലാഹ് ഞാൻ എന്നെ പേടിച്ചു പോയി. ഈ മുകളിലൊക്കെ നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ് വീട് കെട്ടിയത് മുഴുവൻ മണ്ണാത്തന്റെ ബല എടുത്തിട്ടില്ല. ഞാൻ അവിടെ നിന്ന് തോരുന്നു, കാരണം ഈ മണ്ണാത്തമ്മല വീണ് ഞാൻ മരിച്ചു എന്ന്. അത്രത്തോളം മണ്ണാത്ത വല്ല അവിടെ ഉണ്ടായിരുന്നു. ബർക്കത്തില്ലാത്തതിന്റെ ഏറ്റവും വലിയ അടയാളം വീട് ക്ലീനാക്കി വെക്കുന്നില്ല ഉമ്മമാരാണ്. അതിന്റെ ഏറ്റവും വലിയ നേതൃത്വം. ഇങ്ങനത്തെ സ്വഭാവം വീട്ടിൽ പാടില്ല. അതുകൊണ്ട് റമദാനാ വരുന്നത്. ഉപ്പമാരെ വീടെല്ലാം മണ്ണ് പിടിച്ച് കരി പിടിച്ചെങ്കിൽ കുറച്ച് പെയിന്റ് വാങ്ങിയിട്ട് അതെല്ലാം ക്ലീൻ ചെയ്യാറ്. എത്ര പാവപ്പെട്ട വീടാണ് എങ്കിലും ഒന്ന് വൈറ്റ് വാഷ് നടത്തിക്കോ. കാരണം അത് റഹ്മത്തിന്റെ മലക്കുകൾ വരാൻ അത് കാരണമാവും. ചില മര്യാദകളൊക്കെ ഉമ്മമാര് പഠിക്കണോ. വലിയ വലിയ ഗൗരവാന്യതരൊക്കെ വീട്ടിലേക്ക് പോകുമ്പോ അതിലെല്ലാം കുറച്ച് ഗൗരവവും അതുപോലെ അതിന്റെ ആ മഹത്വം എങ്ങനെയൊക്കെ നമ്മൾ പഠിക്കണം. വീട്ടിന്റെ മുന്നിൽ തന്നെ ചില ഉമ്മമാരുണ്ടാവും, ഈ തുണി ആർത്തിടാൻ വേണ്ടി വലിയ വള്ളി കെട്ടി വെച്ചിട്ടുണ്ടാവും. അതില് ഇല്ലാത്തൊരു മണ്ണകട്ടിന്റെ മാലിന്യം മുതാരി ഒക്കെ ഉണ്ടാവും. അപ്പോഴേക്കാരം ആരെങ്കിലും ചോറിന് കൂട്ടിക്കൊണ്ട് പോകുന്നു, മുതാലിമി അല്ലെ മൗല്യന്മാര് ചിലപ്പോ പിരിവിന് റെസീറ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടി വരുന്നത്. അവരെല്ലാം വരുന്നത് എങ്ങനെ? ഇതെല്ലാം തല താണ്ടിച്ചുകൊണ്ട്. പണ്ട് ഈ ജൈനന്മാര് ഇതാക്കുന്നില്ല, ഇതുപോലെ തല താണ്ടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാം. ഉമ്മമാരെ പച്ചക്ക് പറയല്ല, എല്ലാം നമ്മൾ ശ്രദ്ധിക്കണോ, ചിന്തിക്കണം. നമ്മള് അല്ലാഹ് നമുക്ക് നല്ല ബുദ്ധി നൽകുമാറാവട്ടെ. എപ്പോഴും വീടും കുടിയും ക്ലീന് വേണോ. ചെറിയ മക്കളുണ്ട് എങ്കിൽ കുറിസിന്റെ കാല് പൊട്ടിക്കും, കുറിസിന് ഇവനെ ഉൾട്ടുണ്ടാവും, കാലിന് മസാലയും സോഫയും തലകുത്തനുണ്ടാവും. അതെല്ലാം ക്ലീൻ ശരിക്ക് വെക്കേണ്ട പണി ആർക്കാ? വീട്ടിലുള്ള ഉമ്മമാർക്കാണ്. ഇതൊന്നും ഇല്ലാതെ വീട്ടിൽ അച്ചടക്കവും വൃത്തിയും ക്ലീനും ഇല്ല. അതുകൊണ്ട് എന്റെ ഉമ്മ മനസ്സും ക്ലീന് വേണോ, ശരീരവും ക്ലീന് വേണോ, എപ്പോഴും വൃത്തിയായി കുളിച്ചു നിൽക്കണോ. വീടും ക്ലീൻ വേണോ, അതിന്റെ ജാളും ചുറ്റുവട്ടവും ക്ലീന് വേണം. അതാണ് റമദാനിനെ വരവേൽക്കൽ കേട്ടോ. ഞാൻ നിർത്തുകയാണ് എന്റെ യുവാക്കളെ. വിശുദ്ധമായ റമദാൻ അങ്ങ് അണയലോടുകൂടെ ഒരൊറ്റ ജമാഅത്തും ഞാൻ നഷ്ടപ്പെടുത്തില്ല എന്നുള്ള ഒരു അസ്മ് എന്റെ യുവാക്കൾക്ക് വേണം കേട്ടോ. കാരണോ അടുത്ത കൊല്ലത്തെ റമദാനിൽ ഞാൻ ആറടി മണ്ണിലാണോ, പാണ്ടി റോഡിൽ ലോറിയിൽ പെട്ട് ഞാൻ മയ്യത്താണോ, കൊറോണ വന്നോ, അല്ല ഭൂകമ്പത്തിൽ പെട്ടിട്ട് ബിൽഡിങ്ങിന്റെ അടിയിൽ പെട്ടോ, ഒന്നും പറയാൻ പറ്റില്ല. കിട്ടിയ ചാൻസ് നഷ്ടപ്പെടുത്തല്ലേ യുവാക്കളെ. തറാവീഹ് 4-5 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം, ആദ്യത്തെ 10 ഭയങ്കര റഷാ. ഖതീബ് ഉസ്താദ് വരെ ബേജാറായി പോയി. എന്തോ ഒരു ഈമാനാ ഞങ്ങളെ നാട്ടുകാർക്ക് എന്ന് വിചാരിച്ചു. 10 കഴിഞ്ഞാലോ പിന്നെ മെല്ലെ 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 ബാക്കിലാവും. ആയി പിന്നെ ബദരീങ്ങളാണ്ടിനൊരു ബെർത്ത. കാരണം ഇറച്ചും പത്തിരി ഉണ്ടല്ലോ അവിടെ. ഒരു ബെർത്ത് തന്നെയില്ല, അങ്ങനത്തെ ഒരു 1.5 ബെർത്ത. അതും അങ്ങ് കയ്യിലോട് കൂടെ പിന്നെ കുറച്ച് സ്ലോ ആയി. പിന്നെ 27 ആവനാണ് അല്ലേ. പിന്നെ അങ്ങനത്തെ ഒരു മാസ് എൻട്രി പിന്നെ എല്ലാവരും അങ്ങോട്ട്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഒരു വകഭേദം നമുക്ക് റമദാനോട് കാണിക്കണ്ട. എന്റെ യുവാക്കൾ തീരുമാനം എടുത്തോ, അടുത്ത കൊല്ലം ഉണ്ടാവുന്നു ആരും ഓർപ്പിക്കണ്ട. ഈ പോക്ക് പോയാൽ ഇങ്ങനത്തെ ഭൂചലനം ഭൂകമ്പവും നല്ല മനുഷ്യന്മാർ ലോകത്തില്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടാവുന്ന അല്ലാഹ് പണ്ടേ പറഞ്ഞതാ. തമ്മാടിത്തരം വർദ്ധിക്കുമ്പോൾ വേണ്ടാവൃത്തി വർദ്ധിക്കുമ്പോൾ, ഹറാമ് വർദ്ധിക്കുമ്പോൾ, വ്യഭിചാരം വർദ്ധിക്കുമ്പോൾ, നിസാര കാര്യത്തിന് വേണ്ടി ആത്മഹത്യ, ഒരു ഐസ്ക്രീമിന് വേണ്ടി പെൺകുട്ടി തൂങ്ങിച്ചാവ, ആണ് പെണ്ണാവ, ആണ് പ്രസവിക്ക, ഉള്ള സ്ഥനെല്ലാം മുറിച്ചു മാറ്റി പെണ്ണ് ആണാവ, എന്തെല്ലാം പച്ച പിരാന്ത നമ്മൾ കേൾക്കുന്നത്. അല്ലാഹ് പറഞ്ഞു ഫർതഖിബു ഇൻദ ദാലിക റീഹൻ നംറാ സൽസലതൻ വഖസ്ഫൻ വമസ്ഖാ. നിങ്ങൾ പ്രതീക്ഷിച്ചോ, നിങ്ങൾ കാത്തോളി. കോലം മറിച്ചിലും ഭൂമി പിടിച്ച് വിഴുങ്ങലും, അതെ ഭൂചലനവും ഭൂകമ്പവും വെള്ളപ്പൊക്കവും തീമയയും എല്ലാം നിങ്ങൾ പ്രതീക്ഷിച്ചോ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് ഇതൊക്കെ വരും. ഇത്ര നിങ്ങൾ വിചാരിച്ചു ഇതോടുകൂടെ ഒക്കെ അവസാനിച്ചില്ല, ഇതിനേക്കാളും വലുതായി നമ്മൾ കാണാൻ പോകുന്നു. അതുകൊണ്ട്
കിട്ടിയ ചാൻസ് നമ്മൾ നഷ്ടപ്പെടുത്തല്ലേ. ഒരു ജമാഅത്തും എന്റെ യുവാക്കളാണുങ്ങന്മാര് പള്ളിയിലല്ലാതെ ഞാൻ നിസ്കരിക്കില്ല എന്ന് നിർദ്ധാരം എടുത്തോ അല്ലേ? 20,000 70,000 70,000 പ്രതിഫലാണ് റമദാനുള്ള ഓരോരോ നിസ്കാരത്തിന്. എന്റെ ഉമ്മമാരെ, ഒരു 5-10 വീട്ടുകാർ ഒരുമിച്ച് കൂടിയിട്ട് ഇപ്പൊ എല്ലാരും പഠിക്കാത്തവരാരില്ല, എല്ലാം ശരീഅത്ത് പഠിച്ച് ഇപ്പൊ ശരീഅത്ത് പഠിച്ച മക്കളെ മംഗലം കഴിക്കാൻ ബാക്കിയുള്ളവരെ നാടന്മാര് ധൈര്യപ്പെടുന്നില്ല. കാരണം എന്താ? പേടിയാ. ഇവള് വരച്ച വരയിൽ പുതിയാപ്പള നിൽക്കണ്ടേ, മാപ്പിള നിൽക്കണ്ടേ, ഈ ഒരവസ്ഥയായി മാറിപ്പോയി. കാരണം അത്രയും അഹങ്കാരം ആർക്ക്? ശരീഅത്ത് പഠിച്ച പെൺകുട്ടിക്ക്. ബോയിൽ അങ്ങനത്തെ അഹങ്കാരികൾ പെൺകുട്ടികളൊന്നും ഉണ്ടാവില്ല അല്ലേ? കാരണം ഞാൻ ശരീഅത്ത് പഠിച്ചു. ഈ പാവം ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് പാസ്സായ പാവപ്പെട്ട ചെക്കനായിരിക്കും. ഇവളൊരു അഹങ്കാരോ സുബ്ഹാനല്ലാഹ്. പിന്നെ ഡിവൈഡ് ആവാ. അങ്ങനത്തെ ഒരു അഹങ്കാരം എന്റെ മക്കൾക്ക് വേണ്ട. അങ്ങനത്തെ പഠിച്ച പെൺകുട്ടികളുണ്ട് എങ്കിൽ ഒരു വീട്ടില്, സൗകര്യമുള്ള ഒരു വീട്ടില് എന്റെ ഉമ്മമാരെ തറാവീഹും വിത്റും മാത്രമല്ല ബാക്കിയുള്ള നിസ്കാരം കൂടി ഒന്ന് ജമാഅത്തായിട്ട് നിർത്താൻ ആ പെൺകുട്ടിക്ക് എന്തേ നിങ്ങൾ കൊടുക്കി? ലാസ്റ്റ് കൊടുത്തിട്ടേലും പാടില്ല. അങ്ങനത്തെ ഒരു സൗകര്യം ഈ ബോവില് നിങ്ങൾ വരുത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പിന്നെ തറാവീഹ് പള്ളിക്ക് നേരത്തെ വരണോ? തറാവീഹ് ഫസ്റ്റത്തെ 10 മാത്രമല്ല ആവേശം, രണ്ടാമത്തെ മഗ്ഫിറത്തിന്റെ 10 മാത്രമല്ല ആവേശം, മൂന്നാമത്തെ ഇത്ഖിന്റെ 10 മാത്രമല്ല ആവേശം അല്ലേ? ബദരീങ്ങളാണ്ടിന് മാത്രമല്ല, പത്തിരി തിന്നാനല്ല ആവേശം. റമദാൻ മുഴുവത്തിലും സുബ്ഹാനല്ലാഹ് ആ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എത്ര ആളെ നരകത്തുനിന്ന് മോചനം നടത്തിയോ അത്രയും ആളെ റമദാനിലെ ലാസ്റ്റിന്റെ അന്ന് അല്ലാഹ് മോചിപ്പിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്. ഫസ്റ്റിന്റെ ആ പവറിനെക്കാളും പവർ കൂടി വരികയാണ് ലാസ്റ്റത്തെ 10ലേക്ക്. പക്ഷെ നമുക്ക് ഫസ്റ്റുള്ള ആവേശം പിന്നെ ഇല്ല. അങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെ ആരും പള്ളിക്ക് വന്നിട്ട് ഒരു കൊണ്ടുമില്ല. വെള്ളിയാഴ്ച സാധാരണ വെള്ളിയാഴ്ച പോലെ നിങ്ങൾ കാണാൻ പാടില്ല. സാധാരണ വെള്ളിയാഴ്ച പോലെ. അല്ലെങ്കിൽ കൊറോണൊക്കെ വന്നു പോയപ്പോ പിന്നെ എല്ലാവർക്കും ഒരു ധൈര്യമായി പള്ളിക്ക് പോയിട്ട് വലിയ വിഷയാക്കാനൊന്നുമില്ല. കാരണം 2 മാസം പള്ളിക്ക് പോയിട്ടില്ല, ഇവിടെ ആകാശം താഴ്ക്കൂടാ. എല്ലാവരും ചോദ്യം അതാ. കച്ചവടം ബന്ധാക്കിയിട്ട് ഒന്നും ആയിട്ടില്ല. കച്ചവടം തുറന്നു വെച്ചോണ്ട് ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ബോധം നിങ്ങൾക്ക് വേണം. അതിനാണ് ഈ കൊറോണയും മണ്ണാങ്കട്ടും ഭൂകമ്പം അല്ലാഹ് തന്നത്. മോനെ, നേരത്തെ തന്നെ പള്ളിക്ക് പോകണം. എല്ലാ ദിവസവും പോകണം. പക്ഷെ റമദാനിൽ അങ്ങനെയല്ല. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അൽക്കാഫും നിർബന്ധമായിട്ട് നീ അവിടെ പോയി ഓതിട്ടേ വേണം പള്ളിയിൽ. നിർബന്ധ ബുദ്ധി, ഒരു അസ്മ നമുക്ക് വേണം. അടുത്ത കൊല്ലം റമദാൻ ഉണ്ടോ പറയാൻ പറ്റൂല. ഒരു തീരുമാനം നമ്മൾ എടുക്കണം. ഖുർആൻ അല്ലേ? ഇപ്പോഴെപ്പോഴാ നമ്മൾ പള്ളിക്ക് സാധാരണ ബോക്ക് ഉസ്താദിനോട് ചോദിച്ചാൽ അറിയാം. ഖത്തീബ് ഉസ്താദ് മിമ്പറന്ന് കയറുന്നത് കാത്തുകൊണ്ടിരിക്കുക ഹൗലും കരയിൽ. ആ സാമാനം ഒന്ന് താഴേക്ക് ഇറങ്ങട്ടെ, എന്നിട്ട് എന്താ എനിക്ക് പള്ളിക്ക് കയറാൻ അല്ല? അങ്ങനെയല്ലേ സാധാരണ? വേണ്ട. നിനക്കുള്ളതാ പള്ളി, ആണുങ്ങൾക്കുള്ളതാ പള്ളി. മുസൽമാന്റെ കോർട്ടും മുസൽമാന്റെ കച്ചേരിയും എല്ലാം പള്ളിയാ. ഈ പള്ളിന്റെ മുന്നിലാ നാളെ നിന്റെ ഡെഡ് ബോഡി കൊണ്ടുവെക്കാനുള്ളത്. നീ ഡെത്തായാൽ, നിന്റെ കാറ്റ് പോയാൽ, നിന്റെ റൂഹ് വിരിഞ്ഞാൽ, നീ എക്സ്പയർഡ് ആയാൽ നിന്നെ കൊണ്ടുവെക്കാനുള്ളത് ഈ പള്ളിന്റെ മേറാബിന്റെ മുന്നിലാണ്. മറക്കണ്ട. ഇന്ന് നിനക്ക് ഹയാത്തല്ല തന്നിട്ട്, ആരോഗ്യം തന്നിട്ട് നടന്നു വരാൻ നിനക്ക് മനസ്സില്ല എങ്കിൽ നാളെ നിന്നെ പുറത്തു കൊണ്ടുവരും. എവിടേക്ക്? പള്ളിയിലേക്ക് കൊണ്ടുവരും. അങ്ങനത്തെ ഒരു സമയം, ഒരു ദിവസം വരാനുണ്ട്. മറക്കണ്ട നമ്മൾ. അതുകൊണ്ട് ഖുർആനിന്റെ വാർഷിക യോഗമാണ് വിശുദ്ധമായ. അങ്ങനെ തോണ്ടിട്ട് പോവാ. വിശുദ്ധമായ റമദാൻ ഖുർആൻ ഒന്നും ഒരു കുറവും വരുത്തണ്ട. ഒരു ഖത്തമെങ്കിലും ഓതാതെ റമദാൻ വിട പറയാൻ പാടില്ല. ഇന്ന് സുബഹിക്ക് നേരം വെളുത്തതിന് ശേഷം ഖുർആൻ ഓതിയെങ്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചോദിച്ചാൽ ഞാൻ തോറ്റു, അതുകൊണ്ട് ചോദിക്കാൻ ഞാൻ പോകുന്നില്ല. ഇന്ന് ഖുർആൻ ഓതിയവരുണ്ടോ എന്ന് ചോദിച്ച് കൈവന്തിക്കാൻ ഉയർത്താൻ പറഞ്ഞാൽ പറയണ വേണ്ട, അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നില്ല. അങ്ങനെ ആവാൻ പാടില്ല. ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. ഈ നമ്മളെ കുറിച്ച് നാളെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി
അള്ളാഹിനോട് ആവലാതി പറയും, റബ്ബേ എന്റെ കൗമ് ഈ ഖുർആനെ അവർ കൈവെടിഞ്ഞവരാണ്, ഖുർആൻ എടുത്തു നോക്കൂല, ഓതൂല. വെള്ളിയാഴ്ച മുക്കരിക്കനോട് കച്ചറുണ്ടാക്കും. ഓ മുക്കരിച്ച നിങ്ങളൊന്നും പൊടി തട്ടിയിട്ടില്ല, തോറ്റിട്ടില്ല. ഇവിടെ ഒന്നും ഉണ്ടാവില്ല, കാരണം ഇവിടെ പൊടി തന്നെയല്ല മുഴുവനും. അപ്പൊ പിന്നെ തോത്താറൊന്നില്ല, വലിയ വലിയ സ്ഥലങ്ങളിലല്ല. കാരണം ഖുർആൻ എടുത്തു നോക്കുന്നില്ല, പിന്നെ എങ്ങനെ പൊടി തട്ടുക? പൊടി ഉണ്ടാവോ? ഇല്ല, ധൂള് പിടിച്ചു പോയി. ഖുർആൻ മനസ്സിന് നോക്കുന്നില്ല, ഓതുന്നില്ല, പാടില്ല. വിശുദ്ധമായ ഖുർആന്റെ അവതരണ വാർഷിക മാസമാണ് വിശുദ്ധമായ റമളാൻ. ഉൻസിലൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസം. അതുകൊണ്ട് അതിനൊരു ബഹുമാനങ്ങൾ വെച്ച് ഒരു നാളും ഒരു ജുസ് എങ്കിലും ഓതാത്ത ദിവസം ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ, തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സൽക്രമങ്ങൾ, ദിക്ർ, സ്വലാത്ത്, വാട്സാപ്പും ട്വിറ്ററും മണ്ണാങ്കട്ടിയും ഒക്കെ ഉണ്ടല്ലോ, തൽക്കാലം ആ റീചാർജ് ഒന്ന് പാതിയാക്കി MB അല്ലെ GB. MB ഒന്നല്ലേ അല്ലേ? മനസ്സിലായ? കാരണം എന്താ, അത് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വലിയ ബേജാറാ. പഠിച്ചവനെ ജീവി തീർന്നിട്ടില്ല, ഇന്നത്തെ ജീവൻ പോയിട്ട് ചില പഠിച്ചവനെ എന്നുള്ള ബേജാറിൽ അത് എങ്ങനെയും തീർക്കണം എന്നുള്ള ചിന്ത. പിന്നെ വാട്സാപ്പിൽ ആരെങ്കിലും മെസ്സേജ് അയച്ചതാ പോവാ, തുടക്കം അവിടെ നിന്നായിരിക്കും. പിന്നെ പോയി ഗൂഗിളിൽ കയറി, പിന്നെ അവിടേക്ക് യൂട്യൂബിൽ കയറി പോയി പിന്നെ സുബി അടുക്കുമ്പോഴായിരിക്കും പിന്നെ ബോധം വരുന്നത്. അങ്ങനത്തെ അവസ്ഥ. അതൊക്കെ ഒന്ന് തൽക്കാലം മാറ്റേണ്ട പെങ്ങളെ. ഇതൊക്കെ റമളാനോട് ചെയ്യുന്ന ഒരു ബഹുമാന, ഒരു ആദരവ. ഇതൊന്നും ഇല്ല എങ്കിൽ റമളാനിൽ നമുക്ക് സ്വർഗം വാങ്ങാൻ കഴിയില്ല. നോമ്പ് പിടിക്കാത്ത ആരും ഉണ്ടാകാൻ പാടില്ല. അഥവാ കഴിയാത്തവരുണ്ട് എങ്കിൽ പച്ചക്ക് ആ മുസ്ലിങ്ങളുടെ മുന്നിൽ പോയിട്ട് ബീഡി വലിക്കുന്ന ഗതികേട് ആർക്കും ഉണ്ടാകരുത്. അത് അവർ നമ്മളെ കുറിച്ച് കൊച്ചാക്കല, നിസ്സാരമാക്കി കാണും അല്ലേ? കഴിയാത്തവരുണ്ടെങ്കിൽ അതിന് ഭക്ഷണം കൊടുക്കുക, മുദ്ദു കൊടുക്കുക എന്നല്ലാതെ ആ പച്ചക്ക് ഹോട്ടലിൽ പോയി ചായ കൊടുക്കുന്ന മുസ്ലിമായിട്ട് ആരും ഉണ്ടാവാൻ പാടില്ല, ബോവിലുണ്ടാവാൻ പാടില്ല. പിന്നെ നോമ്പ് നോക്കും വേണം, തുറപ്പിക്കും വേണം. നരകരക്കാരൊക്കെ നോമ്പ് ഉറപ്പിക്കണം, ധാരാളം സദക്ക കൊടുക്കണം. വരുന്നവരെല്ലാം വന്നല്ലോ റമളാനായല്ലോ എന്ന് പറഞ്ഞ് ശപിച്ചുകൊണ്ടല്ല, കുറച്ച് 10 നോട്ടൊക്കെ ചില്ലറാക്കി വെക്കുക, അല്ലെങ്കിൽ ഒരു 5 രൂപയുടെ നോട്ട് ചില്ലറാക്കി വെക്കുക. ആളുകൾ കുറെ വരും, അവക്കൊക്കെ കൊടുക്കുക. എന്തിന്? നാളത്തേക്ക് കിടക്കട്ടെ, ഖബറിൽ സലാമത്താവാൻ കിടക്കട്ടെ, ആഖിറൻ സലാമത്താവാൻ കിടക്കട്ടെ അല്ലേ? നോമ്പ് തുറപ്പിക്കുക. അതെങ്ങനെ? വളരെ മാന്യമായിട്ട് നോമ്പ് നോക്കാതെ നോമ്പ് തുറക്കാൻ പോണ്ട, നോമ്പ് നോക്കാതെ നോമ്പ് തുറക്കാൻ പോണ്ട. പിന്നെ സുബ്ഹാനല്ലാഹ്, രാത്രി പകല് ഭക്ഷണം കഴിക്കാത്തതിന്റെ ആ ചൊടി മുഴുവനും മഗ്രിബ് മുതൽ സുബഹി വരെ തീർക്കണ്ട. ഹരിസം അള്ളാഹിനോടുള്ള ചൊടി ഉണ്ടല്ലോ, പകല് തിന്നാൻ പാടില്ല എന്ന റബ്ബിന്റെ ഓർഡർ, ആ ചൊടി തീർക്കുക. എപ്പം മുതൽ? മഗ്രിബ് മുതൽ തിന്നാൻ തുടങ്ങിയിട്ട് സുബഹി വാങ്ക് അല്ലാഹു അക്ബർ പറയുന്നത് വരെ തിന്നെ. പിന്നെ അവനക്ക് തറാവീക്കും കഴിയൂല, നിസ്കരിക്കാനും കഴിയൂല, ഹറ മയ്യത്താവും. വീണോടുത്ത് കിടന്നോടുത്ത്. കാരണം എന്താ? തിന്നുന്ന ഒരേ പണി. തടിയില്ലാത്തവരൊക്കെ വണ്ണം വെക്കുന്ന കാലാണ് റമളാൻ. കാരണം തിന്നുന്ന കാലാണ് റമളാൻ എന്നാ ചിലവർ വിചാരിച്ചു. അങ്ങനെ വിചാരിക്കരുത്. തിന്നാൻ വേണ്ടി പടക്കപ്പെട്ടവരാണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ബില്ലില്ലാന്ന് വിചാരിച്ചിട്ട് എവിടെയെങ്കിലും നോമ്പറക്കാൻ പോയാലോ, മംഗലത്തിന് പോയാലോ, അപ്പത്തിനോ മംഗലത്തിനോ വിരുന്ന് പോയാലോ ബില്ല് കൊടുക്കണ്ട. പക്ഷെ വയറ് നമ്മളതാണ് എന്നുള്ള ബോധം നമുക്ക് എല്ലാവർക്കും വേണം. നാളെ നിന്നെ കൊളസ്ട്രോള് പിടികൂടും എന്നുള്ള ചിന്ത നമ്മളെല്ലാം കൽബിൽ വേണം. വേണ്ടി എത്ര മൂക്കറ്റോ അല്ലേ തിന്നുന്ന ഒരു ചിന്ത തിന്നണ്ടെന്നല്ല, ആ ഓവറേബിൾ ആയി തിന്നുമ്പോ തറാവിക്ക് പോകാൻ പിന്നെ മനസ്സിലുണ്ടാവില്ല. പിന്നെ എന്താ പറയാ, ഒരു ബഡാണ് അല്ലേ, ഒരു ജട പിടിച്ച പാടില്ല. എല്ലാം ഒരു കൺട്രോൾ, എല്ലാ നിലക്കും കൺട്രോൾ കൊണ്ടുവരണം. ക്ലീൻ ആവണം. ഷുഗറും പ്രഷറും ഒക്കെ നോർമലിൽ എത്തണം. BP എല്ലാം നോർമലിൽ വരണം. എന്തെല്ലാം അസുഖങ്ങളുണ്ടോ അതൊക്കെ റമളാനിലൂടെ മാറണം. അതൊക്കെ വലിയ ശാസ്ത്രാണ്, സയന്റിഫിക് ആണ്, സയൻസ് ആണത്, ചെറിയ വിഷയമല്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ഏറ്റവും പണക്കാരന്റെ രോഗത്തിന്റെ കാരണം എന്താ? അമിതമായ ഭക്ഷണത്തിന്റെ കാരണം. പാവങ്ങളുടെ രോഗത്തിന്റെ കാരണോ വേണ്ട രൂപത്തിലുള്ള ആരോഗ്യപരമായ പ്രോട്ടീനുള്ള ഭക്ഷണം കിട്ടാത്തതിന്റെ കാരണം. മനസ്സിലായ? ഭക്ഷണം വേണ്ടിയത്ര തിന്ന് മൂക്കറ്റം കുത്തിയത് കാരണമാണ് വേണ്ടിയത്ര ഭക്ഷണം കിട്ടിയവർക്ക് രോഗം വരാനുള്ള കാരണം. പട്ടിണി പാവങ്ങൾക്കോ വേണ്ട പ്രോട്ടീൻ വിറ്റാമിൻ കിട്ടാതെ കിടന്നതിന്റെ കാരണമാണ് അവൻക്ക് രോഗം വരാനുള്ള കാരണം. അതുകൊണ്ട് തിന്നിട്ട് രോഗം വാങ്ങരുത് ആരും.
കാശ് കൊടുത്ത് വാങ്ങരുത്. രോഗം. അള്ളാഹ് നമുക്ക് നല്ല ബുദ്ധി നൽകുമാറാവട്ടെ. നല്ല ബുദ്ധി അള്ളാഹ് നമുക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് നാളത്തേക്ക് വേണ്ടി പലതും തയ്യാറെടുപ്പ് നടത്താനാണ് വിശുദ്ധമായ റമദാൻ. ഓരോരോ നിമിഷങ്ങളും അനർഘ നിമിഷങ്ങളാണ്, സെക്കൻഡുകളാണ്. അതൊന്നും നഷ്ടപ്പെടുത്താതെ ദുന്യവിയായ കാര്യങ്ങൾ നമ്മൾ ചെലവഴിക്കാതെ എൻ്റെ ആണും പെണ്ണും എല്ലാവരും ഒരു സൗമ്യത സ്വഭാവം, ഒരു സംയമന പാലനം നമ്മുടെ ജീവിതത്തിൽ നടത്തണം. ചീത്ത വിളിക്കാൻ പാടില്ല. ഒരു ഗുൽമാലും കളാട്ടൊന്നും നോമ്പിനുണ്ടാകാൻ പാടില്ല. വീട്ടിലും മാപ്പിളയും പെഞ്ഞായും ഉപ്പയും മക്കളും വല്യാപ്പിയും തമ്മിൽ അടിപിടി ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ പെങ്ങളെ, യുവാക്കളെ, ഇന്നീ സായിമു, അവനോട് മറുപടി പറയണം. എന്ത്? ഞാൻ നോമ്പുകാരനാണ്. ആ മറുപടി കൊടുക്കണം എന്ന് ആരാ പറഞ്ഞത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്. അതല്ലേ നമുക്ക് 25 എന്നാ അടി ബദരീങ്ങൾ ആണ്ടെന്നാണ് അടി. കാരണം പൂള് ചെറുതായി, ഒരാൾക്ക് പൂള് കിട്ടിയിട്ടില്ല, ഒരാൾക്ക് മുള്ള കിട്ടിയത്, ഒരാൾക്ക് ഇറച്ചിയിൽ കൊറടിയായി പോയി. അത് എന്താ പറയാ, വൈച്ചരിപ്പ് പോലത്തതാണ്, തിന്നാൻ പറ്റാത്തതാണ്. അതിന്റെ പേരിൽ അടി. ആര്? ഈ മുസ്ലിം സമൂഹം. അങ്ങനെ പാടില്ല. പ്രത്യേകിച്ച് റമദാനിൽ ഒരടിയോ അല്ലെങ്കിൽ ഒരു പറഞ്ഞ അപ്പുറം ഇപ്പുറം പറഞ്ഞ് തെറ്റലോ പാടില്ല. നമ്മളെ ഉള്ള അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. എടുത്ത നിസ്കാരങ്ങളും നിസ്കരിച്ച തറാവീഹും വിത്റും എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തറാവീക്ക് വരുമ്പോ അദ്ദാദിന് ഫസ്റ്റ് തന്നെ പള്ളിക്കെത്തണം. അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയും. പിന്നെ അദ്ദാദും കഴിഞ്ഞ് ലാസ്റ്റ് വെച്ച് കെട്ടലുണ്ടല്ലോ, ഒരു 10-18 റക്അത്താകുമ്പോൾ പിന്നെ ഇങ്ങനെ കയറി വരും ഓരോരുത്തർ. അത് പാടില്ല. പിന്നെ ഔലിങ്ങനെ പടപടച്ച് ഔൽ തന്നെ പൊട്ടിപ്പോകുന്നിരിക്കും. അങ്ങനത്തെ ഓതൊടുക്കലായിരിക്കും പിന്നെ. കാരണം ലാസ്റ്റ് വേണ്ട. അത് റമദാനിന് തമാശക്കല, തറാവീഹിനെ നിസാരപ്പെടുത്തല, പള്ളിനെ കൊച്ചാക്കലാണ്. അങ്ങനെ വേണ്ട. വരുന്നെങ്കിൽ നേരത്തെ വരെ, അല്ലെങ്കിൽ ആരും വരണ്ട. നേരത്തെ ആ അദ്ദാദിനൊന്നും ഏതെങ്കിലും പള്ളിക്ക് വരുന്നല്ലേ, അദ്ദാദും ചൊല്ലി ജമാഅത്ത് ഇശാവും നിസ്കരിച്ച് തറാവിയും കറക്റ്റ് വിത്തുറും നിസ്കരിച്ച് ഒരു 5-10 മിനിറ്റുള്ള ഒരു ഉപദേശം കഴിഞ്ഞ് പോവാ. അല്ലെങ്കിൽ ഈ ഔലും കരയും പടക്കാക്കാനും ആ മണ്ണേറ്റ കാലേറ്റ് വന്ന് പള്ളി പടക്കാക്കാനും ആരും വരേണ്ട ആവശ്യം. അതിനും അള്ളാഹ്ക്ക് വലിയൊരു ഉപകാരമൊന്നും അതിലില്ല. അതുകൊണ്ട് എൻ്റെ യുവാക്കള് മനസ്സിലാക്കുക, എൻ്റെ ഉമ്മമാരും മനസ്സിലാക്കുക. ഖുർആൻ ഓതോതോ വേണ്ട. അത്താഴത്തിന് എണീക്കുമ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, ഒരു 10 മിനിറ്റ് നേരത്തെ എണീച്ച് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ ഓരോരോ ഉമ്മമാരും വയസ്സന്മാരും യുവാക്കളും തയ്യാറെടുപ്പ് നടത്തുക. അല്ലേ? തയ്യാറെടുപ്പ്. എന്നിട്ട് കുറച്ച് ഖുർആൻ ഓതുക. അള്ളാഹ് നമുക്ക് അതിനെല്ലാം തൗഫീഖ്, സൽക്കർമ്മം ചെയ്യാൻ അള്ളാഹ് തൗഫീഖ് എല്ലാ